വളരെയധികം ഭാഷാ പണ്ഡിതന്മാർ, അതുപോലെ ആചാര്യമാർ, ആധ്യാത്മിക ആചാര്യനെല്ലാം നല്ല ജനിക്കുന്ന നമ്മുടെ നാട്. അതുപോലെ തന്നെ ഈ പൂർണ്ണാപുഷ്കരാംബ സമേതനായിട്ട് ശോഭിച്ചു വരുന്ന നമ്മുടെ ഈ പുലിക്കോട്ട അയ്യപ്പ ക്ഷേത്രം, ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ കൊല്ലംകോട് ദേശത്തെ മാത്രമല്ല ഈ ജില്ല മുഴുവൻ വേണമെങ്കിൽ പറയാം, ഒരു ശബരിമല പോലെ ധാരാളം 10,000-കണക്കിന് ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചു വരുന്നു. ഭക്തജനങ്ങളുടെ പങ്കെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി അവർ സായുജ്യം അടഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വർഷങ്ങളായി രാജവാഴ്ചയുള്ള സമയത്ത് തന്നെ ദിവസം എൻ്റെ കുട്ടിക്കാലത്തെ കണ്ടിട്ടുണ്ട്, ഒരു ആന വന്ന് ആനപ്പുറത്താണ് ശിവയിൽ നടക്കുക. ഇപ്പോഴും വലിയ ചെറിയ മാറ്റങ്ങൾ വന്നാലും ആ വൃശ്ചിക മാസം മണ്ഡലകാലം തുടങ്ങി ദിവസം പ്രത്യേക രാവിലെ ഗണപതി ഹോമം, അഭിഷേകം, വൈകുന്നേരം ദീപാരാധന, അതുപോലെ രാത്രി ശിവേലി എല്ലാം തുടങ്ങി നടന്നു വരുന്നുണ്ട്. ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം വർഷങ്ങളായിട്ട് വൃശ്ചിക 1-ാം തീയതി തുടങ്ങിക്കൊണ്ടിരുന്നത് തുലാമാസം 1-ാം തീയതി തുടങ്ങാൻ ആരംഭിച്ചു. വിവിധ ദേശക്കാര്, അതുപോലെ വിവിധ സ്ഥാപനങ്ങള്, വിവിധ മഠങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വിളക്കാണ് ഓരോ ദിവസം നടത്തുക. പക്ഷെ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു ദിവസത്തെ വിളക്ക് ടാക്സി ഡ്രൈവേഴ്സിന്റെ വിളക്കാണ്. അതൊരു മൈനർ വിളക്കുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഈ ടാക്സി ഡ്രൈവേഴ്സ് വിളക്ക് ആദ്യകാലത്തൊക്കെ ഒരു ചടങ്ങ് മാത്രമേ നടന്നിരുന്നു. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, ഇതുപോലെ ആധ്യാത്മിക പരിപാടികൾ എല്ലാം അടങ്ങിക്കൊണ്ട് വളരെ ഗംഭീരമായി നടന്നു വരുന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസംബർ 13-നാണ് എപ്പോഴും ഈ ടാക്സി ഡ്രൈവേഴ്സ് വിളക്ക്. ഇന്നത്തെ ഈ ടാക്സി ഡ്രൈവേഴ്സ് വിളക്ക് പ്രമാണിച്ച് ഇവിടെ ഒരു ഭക്തി പ്രഭാഷണമാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ആചാര്യ തപസ ആംനായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃത്തി വിജായതേനാണ്. അതായത് ഒരു ക്ഷേത്രം വിജയിക്കണമെങ്കിൽ നല്ല ആചാര്യൻ, നല്ല പൂജ, അതുപോലെ നല്ല കമ്മിറ്റി, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഭക്തി പ്രഭാഷണങ്ങൾ, നാരായണീയ സപ്താഹം തുടങ്ങിയവ, അതുപോലെ അന്നദാനം. പ്രത്യേകിച്ച് ഇന്ന് വളരെ 10,000-കണക്കിന് ആളുകൾ ഭക്തജനങ്ങൾ പങ്കെടുത്ത അന്നദാനം നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജ്ഞാനയജ്ഞം. അപ്പോൾ സാധാരണ ചില സ്ഥലങ്ങളിൽ ആന, അതുപോലെ പഞ്ചവാദ്യം തുടങ്ങി ആ കാര്യങ്ങൾ മാത്രം ഉണ്ടാവും, ഭക്തിമാർഗത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ കൊല്ലംകോട്, ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ആധ്യാത്മികത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദേശമായതുകൊണ്ട് കമ്മിറ്റി നല്ലൊരു ഭക്തി പ്രഭാഷണം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഭഗവാനെ കുറിച്ച് 18 പുരാണങ്ങൾ രചിച്ച വ്യാസഭഗവാനാണ്. അതേ വ്യാസന്റെ തന്നെ പേരുള്ള ഒരു മഹൽ വ്യക്തിയാണ് നമുക്ക് ഇന്നിവിടെ ഭക്തി പ്രഭാഷണം എത്തിച്ചേർന്നിട്ടുള്ളത്. യുവ പ്രഭാഷകൻ, യുവജനങ്ങൾക്ക് എല്ലാവർക്കും പ്രഭാഷണം ഇഷ്ടപ്പെടും. സാധാരണ ഭക്തി പ്രഭാഷണം പറഞ്ഞാൽ കുറച്ച് പ്രായമായവർ വരും, ചെറുപ്പക്കാർ വരില്ല എന്നുള്ള ഒരു പോരായ്മ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള യുവ പ്രഭാഷകന്മാർ വന്നിട്ടുള്ളത്. നമുക്ക് കൊല്ലംകോട്ടിന് ഒരു ഭാഗ്യമാണ്. ഇത് കമ്മിറ്റി അന്വേഷിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒഴിവുണ്ടെന്ന് അറിയിച്ചു. അതനുസരിച്ച് അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗം ലഭതയെന്നാണ്. നല്ല ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള മഹാന്മാരുടെ പ്രഭാഷണം നമുക്ക് കേൾക്കുവാനും ഒരു സത്സംഗം ലഭിക്കുവാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, നടന്നോ, ഞാൻ കണ്ടില്ല പറയും. അപ്പൊ വന്നിട്ടുള്ളവർ എത്ര വന്നിട്ടുണ്ടോ, എത്ര ജനങ്ങൾ വന്നവരും ഭാഗ്യവാന്മാരാണ്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എന്തായാലും നമ്മുടെ യുവ പ്രഭാഷകനും എഴുത്തുകാരനും സർവോപരി എല്ലാവരെയും അനുഗ്രഹിച്ചു വരുന്ന ഒരു ചാനലാണ് അമൃത TV. നമുക്കറിയാം, ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് കുട്ടികൾക്ക് സംസ്കൃത ശ്ലോകങ്ങളെ, ഭക്തി ശ്ലോകങ്ങളെ എന്തെല്ലാമാണ് അതില് കുട്ടികളെ വളരെ നല്ല രീതിക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ചാനൽ അമൃത TV. ആ അമൃത TV സന്ധ്യാദീപം എന്നുള്ള പരിപാടി വൈകുന്നേരം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതിന്റെ അവതാരം കൂടിയാണ്. അങ്ങനെയുള്ള ആ എൻ്റെ സുഹൃത്തും കൂടിയായ, എൻ്റെ ആചാര്യനും കൂടിയായ ശ്രീ വ്യാസൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു, ആരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കും. നമുക്കതെല്ലാം സ്വീകരിച്ച് എല്ലാവരും ഒരു ജ്ഞാനവാന്മാരായി തീർന്ന് ഭക്തിമാർഗത്തിലൂടെ പരിലസിച്ച് സർവോപരി സത്സംഗത്തിന്റെ ഊന്നൽ നൽകി നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും
അദ്ദേഹത്തിനും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും മേൽക്കുമേൽ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല രീതിയിൽ പ്രഭാഷണം നടത്തുന്നതിനുള്ള ആയുരാരോഗ്യ ഐശ്വര്യം സർവീസ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നാരായണ സ്വാമി ശരണമയ്യപ്പ, എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ധന്യമായിട്ടുള്ള പുലിക്കോട് ശ്രീ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പരമഭക്തന്മാരും ഭക്തകളുമായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ വന്ന് കാണാൻ ഒരവസരം തന്ന ഗുരുവായൂരപ്പന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വളരെയധികം ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രം, മനോഹരമായിട്ടുള്ള അന്തരീക്ഷം. ഇപ്പൊ ഈ ഒരു ഇത്രയധികം തിരക്കുള്ള ഒരു സിറ്റിയുടെ ഇടയിൽ തന്നെ ഒരു ക്ഷേത്രക്കുളവും ഒരു ക്ഷേത്രമൊക്കെ ആയി വളരെ ഒരു ഗ്രാമീണത ഒരു സിറ്റിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ക്ഷേത്രാന്തരീക്ഷമായിട്ടാണ് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലങ്കോട് വരുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇടക്കാലത്ത് കൊല്ലങ്കോട് വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയപ്പോൾ പോലും ഒന്നും വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് സ്വാമി വിളിച്ചത്. സ്വാമി വിളിച്ചപ്പോൾ വന്നു. നിങ്ങളൊക്കെ വളരെയധികം ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം എല്ലാ ദിവസവും സ്വാമിയെ വന്ന് കാണാനും സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കിട്ടിയിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ എത്തിയതിന് നമസ്കരിക്കുന്നു. അല്പസമയം എൻ്റെ കൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇവിടെ എത്തി നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഇന്നിപ്പോ പൊതുവിൽ തിരക്കുള്ള ഒരു ദിവസമാണ്. കുറെ ആളുകളൊക്കെ സങ്കടമായിട്ടും കുറെ ആൾക്കാരൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള സന്തോഷവും സങ്കടവും മാത്രമാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാമിയെ മനസ്സിലാക്കുക, ആ സ്വാമിയുടെ അടുത്തിരിക്കുക എന്നുള്ളതാണ്. ആ സന്തോഷത്തിന് സമയപരിധി ഇല്ല, അതിന് ടൈം ലൈൻ ഇല്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെ എത്തിയപ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനുമായിട്ട് വളരെയധികം കണക്റ്റഡായിട്ടുള്ള സ്ഥലമാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ പഠിക്കാമെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഉപയോഗിക്കുന്ന ശ്രീമദ് ഭാഗവതം ഗുരുവായൂർ ദേവസ്വം പുറത്തിറക്കിയിട്ടുള്ള 8 വോളിയുള്ള വ്യാഖ്യാനം, പണ്ഡിറ്റ് പി. ഗോപാലൻ നായർ അദ്ദേഹം എഴുതിയ വ്യാഖ്യാനമാണ് ഞാൻ എൻ്റെ ഭാഗവതം പഠനത്തിനും അല്ലെങ്കിൽ ഭാഗവതം റെഫറൻസ് ആയിട്ടും എത്രയോ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടുകാരാണ് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല. ഭഗവാൻ എത്രത്തോളം അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പിന്നീട് എങ്ങനെ മാറി, അദ്ദേഹം എങ്ങനെ തനിച്ചായി എന്നൊക്കെ അറിയാം. അദ്ദേഹത്തെ സ്മരിക്കാതെ പോവാൻ ഗുരുവായൂരപ്പൻ സമ്മതിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. എങ്കിൽ പോലും അതിലൂടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് സ്വാമിയിലേക്ക് പോവാന്നുള്ളതാണ് ധർമ്മമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദേവതാ സങ്കല്പങ്ങൾക്കും ഇല്ലാത്തൊരു പ്രാധാന്യം ഉണ്ട്. അത് സ്വാമിയുടെ മാർഗങ്ങളിൽ എല്ലാത്തിലും തന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ബാക്കി എല്ലായിടത്തും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഭഗവാനെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് ഒരു ഗുരുവിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അദ്ദേഹത്തെ നമ്മൾ ഗുരുസ്വാമി എന്ന് വിളിക്കും. ഇവിടെ ഇപ്പൊ എന്റെ ഗുരുസ്വാമിയായിട്ട് ഞാൻ പണ്ഡിറ്റ് പി. ഗോപാലൻ അദ്ദേഹത്തെയാണ് കാണുന്നത്. സ്വാമിക്ക് വലിപ്പ ചെറുപ്പമില്ല നിങ്ങൾക്ക് അറിയാം അല്ലെ? സ്വാമിക്ക് വലിയ ആള് ചെറിയ ആള് ഇന്ന വിഭാഗത്തിൽ ജനിച്ച ആള്, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആള്, ഈ സാമ്പത്തിക വ്യവസ്ഥ ഉള്ള ആള്, ഇതൊന്നും ഭേദഭാവം ഇല്ലാത്ത ആളാണ് ഭഗവാൻ. പൊതുവിൽ എല്ലാവരും സ്വാമിയാണ് അങ്ങനെ വിശേഷിപ്പിക്കുക. അയ്യപ്പനാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്, അയ്യപ്പനാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്നത് എന്നൊക്കെ പറയും. ഗുരുവായൂരപ്പനും അങ്ങനെ കാണുന്ന ആള് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ വരരുത്. ആ ഭഗവാന്റെ കുട്ടിയായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അയ്യപ്പസ്വാമിക്ക് പോലും ആ ക്വാളിറ്റി കിട്ടിയതെന്നാണ് ഞാൻ ഗുരുവിൽ പറയാറുള്ളത്.
പ്രസിദ്ധനായിട്ടുള്ള വീരമണി രാജു അദ്ദേഹം പാടിയ ഒരു പാട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്, പാർത്ഥസാരഥി വനിതനെ എന്നാ പറയാ അല്ലെ. പാർത്ഥസാരഥിയുടെ മകനാണ്. അതുകൊണ്ട് ആ ഭഗവാൻ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടോ അതൊക്കെ ആ അച്ഛന്റെ അമ്മയുടെ രണ്ടുപേരുടെയും സ്വഭാവം അത്രയധികം നമുക്ക് സ്വാമിയിൽ കാണാൻ സാധിക്കും. ഈ സ്വാമി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഒരു വാക്കിനൊരു അർത്ഥം വേണമല്ലോ അല്ലെ. ഇപ്പൊ നമുക്കറിയാം വെളിച്ചം എന്ന് പറയുമ്പോൾ ഒരു പ്രകാശം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും. അതേപോലെ ഈ സ്വാമി എന്ന് പറയുന്നതിന് അർത്ഥമായിട്ട് പറയുമ്പോൾ എന്താ പറയാ? നമ്മൾ പൊതുവിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താ? മാലയിട്ട ആൾക്കാരൊക്കെ ആരാണ്? സ്വാമിയാണ്. പോട്ടെ, അത് പിന്നെ നമ്മൾ അങ്ങനെ വിളിക്കും. ഒരാള് ഒരു കാവ്യം എടുത്ത് ഒരു രുദ്രാക്ഷ ഇട്ട് ഒരു ത്രിപുണ്ഡം നെറ്റിയിൽ തൊട്ട് ദേഹം മൊത്തം ഭസ്മൊക്കെ ധരിച്ച് അദ്ദേഹം ഏതെങ്കിലും മാലിന്റെ ചോട്ടിൽ പോയിട്ട് ചമ്രം പടിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആരായിട്ട് മാറി? സ്വാമിയായിട്ട് മാറി. അങ്ങനെ വഴി പോണ ആൾക്കാരെ ഒന്നും വിളിക്കാനുള്ള ഒരു പേരല്ല എന്ത് സ്വാമി എന്നുള്ളത്. അതിന് വലിയ അർത്ഥമാണുള്ളത്. അർത്ഥം അറിഞ്ഞ് വിളിക്കുക എന്നുള്ളതാണ്. സ്വാമി എന്ന വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം കുറെ അർത്ഥം ഉണ്ടായിരുന്നു, നിരവധിയായിട്ട് അർത്ഥങ്ങളുണ്ട്. നമുക്ക് ഇന്ന് അതിലെടുക്കാനുള്ള അതിലേറ്റവും തിളക്കമായിട്ടുള്ള അർത്ഥം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത്, സമമായിട്ട് കാണാൻ ആർക്ക് സാധിക്കുന്നുവോ അവനാണ് സ്വാമി എന്നാണ് അർത്ഥം. എല്ലാവരെയും ഒരുപോലെ കാണാൻ ആർക്ക് സാധിക്കുന്നുവോ അവനെയാണ് സ്വാമി എന്ന് വിളിക്കേണ്ടത്. സമമായിട്ട് കാണാൻ ശേഷിയുള്ളവനെ വിളിക്കേണ്ട പേരാണ് സ്വാമി. ഒരാൾ കയറി വരുമ്പോ അയാളുടെ പോക്കറ്റിലേക്ക് നോക്കി അതിനെത്ര കനമുണ്ട് നോക്കി ആളെ കാണാൻ സമയം കൊടുക്കുന്ന ആൾക്കാരെ വിളിപ്പിക്കേണ്ട പേരല്ല എന്ത്? സ്വാമി അല്ലെ. ഒരാൾ കയറി വരുമ്പോ അയാൾ ഏത് കുലത്തിൽ ജനിച്ചു, ആർക്ക് ജനിച്ചു, അയാളുടെ പേരെന്താണ്, അയാളുടെ വിഭാഗം ഏതാണ്, അയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പശ്ചാത്തലം എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് അയാളെ കാണാൻ തീരുമാനിക്കുന്ന ആളുടെ പേരും എന്തല്ല? സ്വാമി എന്നല്ല. എല്ലാവരെയും ഒരുപോലെ കാണാൻ ആർക്ക് സാധിക്കുന്നുവോ അവനെയാണ് എന്ത് വിളിക്കേണ്ടത്? സ്വാമി. അതുകൊണ്ടാണ് നമ്മൾ അയ്യപ്പ സ്വാമി എന്ന് ഭഗവാനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഭഗവാനെ മാത്രമാണ് ഈ സ്വാമി എന്നുള്ള പദം ആദ്യം ഇട്ട് പിന്നീട് പേര് പറയുന്നത്. സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് ചെയ്യും അല്ലെ. ബാക്കിയുള്ള ദൈവങ്ങളുടെയൊക്കെ പേരിന്റെ അവസാനം നമ്മൾ കൊണ്ടിട്ട് എന്ത് കൊടുക്കുള്ളൂ? സ്വാമി. സുബ്രഹ്മണ്യ സ്വാമി അല്ലെ, ശ്രീകൃഷ്ണ സ്വാമി, അങ്ങനെയൊക്കെയല്ലേ പറയാ. ഇവിടെ നമ്മൾ ഭഗവാന്റെ പേര് പറഞ്ഞപ്പോ ആദ്യം തന്നെ എന്ത് പറഞ്ഞു? സ്വാമി അയ്യപ്പൻ എന്നാ പറയുന്നത് ചെയ്യാം. ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശരണം വിളിയുടെ രണ്ട് ഭാഗം, ഒന്ന് സ്വാമി ശരണം, അയ്യപ്പ ശരണം. അവിടെയും ആദ്യം പ്രാധാന്യം കൊടുത്തത് സ്വാമി എന്ന് പറയുന്ന ശബ്ദത്തിനാണ്. അതുകൊണ്ട് തന്നെ സമമായിട്ട് കാണാൻ ആർക്ക് സാധിക്കുന്നുവോ അവനാണ് സ്വാമി. ഞാനിവിടെ വന്നപ്പോ എനിക്ക് വലിയ ഇഷ്ടമായത്, ഞാൻ ഇത്ര ഇങ്ങോട്ട് ഇവിടെ ഒരുപാട് വിളക്കുകൾ നടക്കുന്ന കാര്യം എനിക്കറിയില്ല. ഞാൻ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഗുരുവായൂർ മാത്രമാണ്. എന്നുവെച്ചാൽ ഇപ്പൊ കഴിഞ്ഞുള്ളൂ ഗുരുവായൂർ ഏകാദശി, നിങ്ങൾക്ക് അറിയാം. അവിടെ എല്ലാ ദിവസവും വിളക്കെഴുന്നള്ളിപ്പുള്ളതിൽ ചില വിശേഷപ്പെട്ട വിളക്കുകളുണ്ട്. ഇപ്പൊ ഗുരുവായൂരപ്പന് ചാവക്കാട് മുൻസിഫ് കോടതി നടത്തുന്ന വിളക്കാണ് കോടതി വിളക്ക് എന്നുള്ള പേരിൽ പ്രസിദ്ധമാണ്. ഇപ്രാവശ്യം പ്രിയപ്പെട്ട നവീൻ നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ ആ ദിവസം അവിടെ പെർഫോം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന് അവിടെയുള്ള സ്റ്റേറ്റ് ബാങ്കിലത്തെ ആൾക്കാർ നടത്തുന്ന വിളക്കുണ്ട്, ഉണ്ടാവില്ല അല്ലെ. പോലീസ് വിളക്കുണ്ട്, അന്ന് ദിവസം പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു പ്രാവശ്യം. അങ്ങനെ ഓരോ ആളുകളും ഭഗവാനെ സേവിക്കും വിളക്ക് നടത്തിയിട്ട്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ പല ആളുകളുടെ പേരിലുള്ള വിളക്ക് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. ഇവിടത്തെ ഉള്ളത് പോലെ തന്നെ ഇവിടെ ഇപ്പോ പ്രിയപ്പെട്ട ടാക്സി ഡ്രൈവേഴ്സ് അദ്ദേഹം അവരുടെ വിളക്കാണ് ഇന്ന്. നിങ്ങൾക്ക് അതേപോലെ മെർച്ചൻസ് വിളക്ക് ഗുരുവായൂർ കാണാം, വ്യാപാരികളുടെ വിളക്കുണ്ട് ഗുരുവായൂർ അല്ലെ. ഇപ്പൊ ഭഗവാൻ നിങ്ങൾ എന്തൊക്കെയാണോ ഗുരുവായൂർ പോയി കാണുന്നത് അത് ഗുരുവായൂർ പോയി കാണാതെ ഇവിടെ വന്ന് കാണാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങളുടെ സ്വാമി നിങ്ങൾക്ക് ചെയ്തു എന്ന് വേണം കാണാൻ. ഗുരുവായൂരിൽ പോയി വിളക്ക് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വിളക്ക് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് സ്വാമി കൊണ്ടുവന്നായിരിക്കും എന്തായാലും. അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു വിളക്കിനാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത്. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നുള്ള, അതിപ്പോ ആരാണെങ്കിലും, എത്ര വലിയ ഉയർച്ചയിൽ നിൽക്കുന്ന ആളാണെങ്കിലും എത്ര താഴ്ചയിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഭഗവാൻ ഉയർച്ചയില്ല, താഴ്ചയില്ല. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ആളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു പേരാണ് ഇന്ത്യൻ രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു. പ്രസിഡന്റ് ആയാലും ഇരുമുടിക്കെട്ട് എടുത്ത് 18ാം പടി ചവിട്ടി മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് ഒരാള് സാധാരണ ഒരു ഹോട്ടലിൽ നിൽക്കണ ചേട്ടൻ സ്വാമിയെ കാണാൻ പോവാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പ്രസിഡന്റ് വരുന്നുണ്ടെന്ന് എഴുതിയിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല.
എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുന്ന, നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു മഹത്വമായിട്ട് നമ്മൾ പറയുന്നതാണ് സർവധർമ്മ സമഭാവന. എല്ലാത്തിലും ഒന്നിനെ കാണാൻ പഠിപ്പിക്കുക, അദ്വൈതം. അതിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ശബരിമല ക്ഷേത്രവും അയ്യപ്പസ്വാമിയുടെ ആരാധനയും. എല്ലാത്തിലും ഒന്നിനെ കാണാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ തിരുസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും സ്വാമി ആവാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. എങ്ങനെ? എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് നമുക്ക് തരണേ ഭഗവാനെ എന്നാണ് നമുക്ക് ആത്യന്തികമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരാളുടെ കയ്യിലുള്ളത് തരാനാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ എന്റെ കയ്യിൽ കുറെ സ്വർണ്ണം ഉണ്ട്, നിങ്ങൾ വന്നിട്ട് ഒരു മോതിരം തരുമെന്ന് വെച്ചാൽ എനിക്ക് തരാൻ വളരെ എളുപ്പമാണ്. ഒരു സ്വർണ്ണം എടുത്ത് തന്നാൽ മതി. ഭഗവാന്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനുഗ്രഹം, എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുന്ന അനുഗ്രഹം വേണ്ടുപോലുള്ള ഒരു സ്വാമിയാണ് ഭഗവാൻ. അങ്ങനെ ചെയ്യുന്ന വേറൊരു ചൈതന്യവും നിങ്ങൾക്ക് സനാതന ധർമ്മത്തിൽ കാണാൻ സാധിക്കില്ല. എല്ലാവരും ഇതന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ എഫക്റ്റ് സ്വാമി ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിലേക്ക് കിട്ടിയത്. നിങ്ങളിപ്പോ നാളെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളെ വരണ സമയത്ത് ഇതേ കൃഷ്ണൻ വന്നിരിക്കുന്നത് അവിടെ ആരെങ്കിലും പറയൂ? ഇപ്പൊ ഞാൻ പോയി നാളെ, കൃഷ്ണൻ വന്നിട്ടുണ്ട് പുറത്ത്, അങ്ങനെ ഉണ്ടോ? നിങ്ങളിപ്പോ ആരെങ്കിലും ഒരു പെൺകുട്ടി പോയി, ആൾ രാധ വന്നിട്ടുണ്ടെന്ന് പറയൂ? പക്ഷെ ഭഗവാനെ കാണാൻ പോകുന്ന ഏതൊരാളെ എന്തേ വിളിക്കുള്ളൂ? സ്വാമി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അയ്യപ്പൻ പുറത്ത് നിൽക്കുന്നുണ്ടെന്നേ പറയുള്ളൂ, അല്ലെ? ഒരു സ്ത്രീയാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാളികപ്പുറം വന്നിട്ടുണ്ടെന്നേ പറയുള്ളൂ. അത്രയധികം റെസ്പെക്ട്. വരുന്ന ആളുകൾക്ക് ആ ആരാധ്യ ദേവതയുടെ പേര് കൊടുക്കുന്ന വേറെ ഏത് ചൈതന്യമാണ് നമുക്കുള്ളത്? സ്വന്തം പേരെടുത്ത് കൊടുക്കുക. വേറെ ആരെങ്കിലും ചെയ്യും? നമുക്കൊക്കെ ഏറ്റവും കൊടുക്കാൻ പ്രയാസമുള്ള സാധനമാണ് എന്ത്? പേര്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാൻ ഇഷ്ടമാണോ? നിങ്ങളുടെ പേരിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടിലേക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ? ബ്ലാങ്ക് മുദ്രപത്രമായിട്ട് വന്ന് നിങ്ങളുടെ പേര് എഴുതുമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുമോ? ഒരാളുടെ പേരാണ് അയാളുടെ ഐഡന്റിറ്റി. അയാളാക്കി നിർത്തുന്നത് എന്താണ്? അയാളുടെ പേരാണ്. നിങ്ങൾ ഇവിടെ എന്തൊക്കെ വിളിച്ചു നോക്കിയാലും ഞാൻ ചിലപ്പോൾ തിരിഞ്ഞു നോക്കില്ല. ഏതെങ്കിലും ആൾ ബാക്കിൽ നിന്ന് വ്യാസ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും. കാരണം എന്റെ പേരാണ് വിളിച്ചത്, എന്റെ ഐഡന്റിറ്റിയാണത്. ഞാൻ നിലനിൽക്കുന്നത് എന്തില്ല? ആ പേരിലാണ് ഞാൻ നിലനിൽക്കുന്നത്, അല്ലെ? ആ പേര് തന്നെ എടുത്ത് ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിലും കൂടുതൽ എന്താണ് കൊടുക്കാനുള്ളത്? അങ്ങനെ കൊടുക്കുന്ന ഒരു ഭഗവാൻ, അങ്ങനെ ഒരു ഭഗവാനെ കുറിച്ച് നമ്മൾ ഈ മണ്ഡലകാലത്ത് മനസ്സിലാക്കുമ്പോൾ, നിരവധിയായിട്ടുള്ള വിളക്കുകളൊക്കെ ഇവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ, ആത്യന്തികമായിട്ട് അയ്യപ്പസ്വാമി എന്ന് പറയുന്ന ഒരു ചൈതന്യത്തെ നാം മനസ്സിലാക്കുന്ന സമയത്ത് ഭഗവാന്റെ ദർശനത്തിന്, ഭഗവാനെ കാണുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനേക്കാൾ ഭഗവാൻ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നത് ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനെ അറിയുക എന്നുള്ള സങ്കല്പത്തിലാണ്. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഭഗവാൻ ഇത് കുറച്ചുകൂടെ പ്രത്യക്ഷത്തിൽ ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, നിങ്ങൾക്ക് അതിനോട് എത്രത്തോളം യോജിപ്പുണ്ടെന്ന് പറയാം. അതായത് ഇപ്പോ അയ്യപ്പസ്വാമിയെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാല ധരിക്കേണ്ട ആവശ്യമില്ല, വ്രതമെടുക്കേണ്ട ആവശ്യമില്ല, കെട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല, ഇരുമുടിക്കെട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല, കറുപ്പെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഇല്ലാതെ, ഇതൊന്നുമില്ലാതെയും നിങ്ങൾക്ക് ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കൂ? കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ലേ? പറ്റും. അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട്. ഈ ദേവസ്വം ബോർഡിലുള്ള ചേട്ടന്മാരൊക്കെ എല്ലാ ദിവസവും മാറ്റിട്ടാണോ പോണേ? പ്രസിഡന്റൊക്കെ ആണോ? എത്രയോ ആളുകൾ പോയി തൊഴുന്നുണ്ട്. നമുക്ക് പോയി തൊഴാൻ എന്തിന്റെ ആവശ്യമില്ല? ഈ പറഞ്ഞ സാധനങ്ങളുടെ ഒന്നിന്റെയും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ 18ാം പടി ചവിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാം വേണം. ഇതിലൊന്നും പോലും മിസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വ്രതം എടുത്തിട്ടുണ്ട് വ്യാസം, എനിക്ക് ഇരുമുടി ഇല്ലെന്നുകൊണ്ട് ചോട്ടാൻ പറ്റുമോ? പറ്റില്ല. വ്രതം എടുത്തിട്ടുണ്ട് വ്യാസം, ഇരുമുടി ഉണ്ട്, മാലയില്ല, ചോട്ടാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഇതെല്ലാം വേണം. പക്ഷെ ഭഗവാനെ കാണണം എന്നാണെങ്കിൽ ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇന്ന് ഇപ്പൊ ഒരു തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് രാത്രി കിടന്നുറങ്ങി രാവിലെ കുറിച്ചിട്ട് തോന്നുകയാണ് ഇന്ന് വൈകുന്നേരം പോകണം എന്നാണെങ്കിൽ പോയി കാണാം. പക്ഷെ ഭഗവാൻ താല്പര്യപ്പെടുന്നത് എന്നെ ആൾക്കാർ വന്ന് കണ്ടു പോണതെന്നല്ല, എന്നെ ആൾക്കാർ എന്ത് ചെയ്യണം? അറിയണം, അനുഭവിക്കണം എന്നുള്ളതാണ്. ശബരിമല ദർശനം എന്നല്ല നമ്മൾ പറയുക, ശബരിമല തീർത്ഥാടന കാലം എന്ന് പ്രത്യേകമായിട്ട് പറയും, അല്ലെ? അവിടെ എന്താണ് കൂടുതൽ നടക്കേണ്ടത്? ദർശനത്തിന് രണ്ടാമത്തെ പ്രയോറിറ്റി ഉള്ളൂ. ആദ്യം ഞാൻ ആരാണെന്ന് അറിയുക എന്നുള്ളതാണ്. ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാന കാലം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അനുസരിക്കാറില്ല. നിങ്ങൾ അനുസരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ നല്ലത്.
യഥാർത്ഥത്തിൽ ഭഗവാന്റെ 41 ദിവസത്തെ വ്രതം എടുത്ത് 18 പടി ചവിട്ടി ഇരുമുടിയോട് പോയി കാണുന്ന ആളുകൾക്ക് മാത്രമേ ഭഗവാനെ കാണാനുള്ള അർഹതയുള്ളൂ. 21, 7, 3, 11 ആരുടെ നിഘണ്ടുവിലില്ല? സ്വാമിയുടെ നിഘണ്ടുവിൽ ഇതൊന്നും ഇല്ല. 41 എന്നൊരു കണക്കുണ്ട് എന്നുണ്ടെങ്കിൽ 41 നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം വ്രതം എടുത്ത് 3-ാമത്തെ ദിവസം ശബരിമലയിൽ പോകുന്ന നമ്മളെ പോലുള്ള, എന്നെ പോലുള്ള ആളുകൾക്ക് എന്താണ് ആകെയുള്ള ഓപ്ഷൻ? ഒന്നാമത്തെ ചവിടി, ഈ പടി ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് സാധിക്കുമെങ്കിൽ അതിൽ കൈ അമർത്തിക്കൊണ്ട് പറയാം, ഭഗവാനെ ക്ഷമിക്കണേ, എന്റെ ഈ ജീവിത സാഹചര്യത്തിൽ എനിക്ക് ഇതാണ് ചെയ്യാൻ സാധിച്ചത്, എനിക്ക് അങ്ങേ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നത്, അങ്ങ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു കയറുക. അല്ലാതെ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പോവല്ല. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് ഈ 41 ദിവസം എന്നുള്ള ടൈം ലൈൻ എന്തുകൊണ്ട് 42 എന്ന് വെച്ചില്ല? എന്തുകൊണ്ട് 38 എന്ന് വെച്ചില്ല? 41 എന്ന കൃത്യമായിട്ടുള്ള കണക്ക് തന്നെ എന്തിനു പറഞ്ഞു? 41 ദിവസം നിങ്ങൾ ഒരു ശീലം ശീലിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ, ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതാണ് ശാസ്ത്രം പറയുന്നത്, ഞാനല്ല. 41 ദിവസം നിങ്ങൾ കൃത്യമായി എണീക്കുകയാണെങ്കിൽ, ഒരു കൃത്യസമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് നിങ്ങൾ എണീക്കുകയാണെങ്കിൽ 42-ാമത്തെ ദിവസം ഒരു അലാറം ഇല്ലാതെ, ഒരാളും വിളിക്കാണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എണീക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്വഭാവത്തിന്റെ, ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് അത് മാറിയിട്ടുണ്ടാവും. അതിന് മുമ്പേ സാധിക്കും അല്ല ഞാൻ പറയുന്നത്. 41 ദിവസം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണ രീതിയാണോ നമ്മളോട് അനുവർത്തിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതിയാണെങ്കിൽ ആ ഭക്ഷണ രീതി 41 ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ 42-ാമത്തെ ദിവസം ഏത് കുഴിമന്തിക്കടയുടെ മുമ്പ് കൂടെ പോയാലും നമ്മൾ ആരും പിടിച്ചു വലിക്കില്ല. എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ആര് തരും? ഭഗവാൻ തരും. അതിപ്പോ നിങ്ങളുടെ സ്വന്തം ഭാര്യയേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ എന്താ ഇപ്പൊ എന്നെ കണ്ടിട്ട് മിണ്ടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും പോകാൻ തോന്നില്ല. കാരണം ഒരു പ്രലോഭനവും പിന്നെ നമ്മളെ ഇരിക്കില്ല. അതാണ് ഭഗവാന്റെ ആ ഒരു സവിശേഷത. അതിനാണ് ഈ 41 എന്നൊരു കണക്ക് തന്നെ ഭഗവാൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ രൂപപ്പെടുന്ന ദിവസങ്ങൾക്കടക്കം 41 ബന്ധമുണ്ടെന്നാണ്, ഒരു മണ്ഡലകാലം. അതുകൊണ്ട് കൃത്യമായി 41 ദിവസം വ്രതം എടുത്ത ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ 18-ാം പടി ചവിട്ടി ഭഗവാനെ കാണാനുള്ള അധികാരം. നമുക്കത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഏതെങ്കിലും ഒരു തവണ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി എന്തെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഞാൻ ഇവിടേക്ക് വരുന്നതിന് കുറച്ച് മുമ്പ് വരെ എനിക്കൊരു മലേഷ്യൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു 5 ദിവസത്തെ. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കണ്ടത് അവര് 60 ദിവസമാണ്, 61 ദിവസമാണ് അവർ വ്രതം എടുക്കുന്നത്. 61 ദിവസം. എന്നിട്ട് ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിൽ വന്ന്, ചെന്നൈയിൽ നിന്ന് മധുരയിൽ വന്ന്, മധുരയിൽ നിന്ന് വണ്ടി വഴി ഇടുക്കി ആ ഭാഗം വഴി ശബരിമലയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ പാലക്കാട് വഴി അവർ തിരിച്ച് ചെന്നൈയിലേക്ക് പോയി, അവിടുന്ന് ഫ്ലൈറ്റ് കയറി മലേഷ്യക്ക് പോകും. 61 ദിവസമാണ് പറയാം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 41 ദിവസം പറഞ്ഞത് വി ഗെറ്റ് മോർ ദാൻ 41 എന്നാണ് പറഞ്ഞത്, 60ഓളം കിട്ടുന്നത്. അതായത് ഈ പറയുന്ന വൃശ്ചിക 1-ാം തീയതി അവർ മാലിട്ട് അവർ വരുന്നത് മകരവിളക്കിനാണ്. ഈ വട്ടത്തെ വൃശ്ചിക 1 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ 17 ആയിരുന്നു. നവംബർ 17, ഡിസംബർ 17, ജനുവരി 9-ാം തീയതിയാണ് അവരോട് പോലും. അവർ എത്ര ദിവസം കിട്ടുന്ന ആലോചിക്കും. ഇപ്പോഴും അങ്ങനെ ഭഗവാനെ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മള് വിചാരമാണ് എല്ലാവരും 41 എടുക്കുന്നില്ല. ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഭഗവാനെ അങ്ങനെ പോയി കാണുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ, സ്വാമിക്ക് ഒരു ഇലയിൽ കൊടുക്കും, നമുക്ക് പ്ലേറ്റിൽ തരും അല്ലെ. അവിടെ ഞങ്ങൾ പോയപ്പോൾ പറയുമ്പോൾ മലേഷ്യ ഒരു മുസ്ലിം രാജ്യമാണ്. അവിടെ മാല ധരിച്ച് പൊട്ട് തൊട്ടിട്ട് അയ്യപ്പന്റെ മുദ്രയുള്ള ഒരാൾക്ക് അവര് പ്രത്യേകമായിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് അതിന്റെ മുകളിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇത് ആർക്ക് കൊടുക്കുന്ന ബഹുമാനം? ആ വ്യക്തിക്കുള്ളതാണോ? അല്ല. ആ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾ ആരായി മാറി? സ്വാമിയായിട്ട് മാറി. അവിടെ വന്നിരിക്കുന്ന ആരാണ്? സ്വാമിയാണ്. സ്വാമിയെ റെസ്പെക്ട് ചെയ്യണം, സ്വാമിയെ ബഹുമാനിക്കണം. അതിന് അവര് പോലും തയ്യാറാവും. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ പല ദേവപ്രശ്നങ്ങളിലും ദേവസ്വം ബോർഡിന്റെ കണക്കുണ്ടാവും. 12 ലക്ഷം ആൾ വന്നു, 50 ലക്ഷം ആൾ വന്നു, 60 ലക്ഷം ആൾ വന്നു. ഭഗവാൻ പറയും 12 പേര് വന്നു. കണക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ദേവപ്രശ്നം ചാർട്ട് PDF ഓൺലൈൻ കിട്ടും. ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സീസണിൽ ഭഗവാനെ കാണാൻ എത്ര പേര് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, ഭഗവാനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതല്ല ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം. ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഈ സമൂഹത്തില്, പ്രത്യേകിച്ച് സനാതന ധർമ്മത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അറിവ് സംഭാവന ചെയ്യുന്ന ഒരു, നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ശബരിമല എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ഒരു സർവകലാശാല. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ച പോലെ തന്നെ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, നിങ്ങൾ
സ്വാമിയുടെ അർത്ഥം പറയാൻ എന്നെ സഹായിച്ചു. അതുപോലെ ഇപ്പൊ ഇവിടെ ഭഗവാൻ പൂർണ്ണ പുഷ്കല സമേതനായിട്ടുള്ള ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ എന്ന് പറഞ്ഞു അല്ലെ. ഈ ശാസ്താവ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ? അയ്യപ്പൻ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ടർത്ഥം പറയാം. ഒന്ന് കറുത്ത നിറത്തോട് കൂടിയവൻ, രണ്ട് കർഷണം ചെയ്യുന്നവൻ, ആകർഷിക്കുന്നവൻ എന്നർത്ഥം ഉണ്ടതില്ല. അങ്ങനെ നോക്കുമ്പോ ഈ ശാസ്താവ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ? ശാസ്താവ് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. ശാസ്താവിന്റെ അർത്ഥം എന്താ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്താവ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ദോസ് ഹു ടീച്ച്, പഠിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. പഠിപ്പിക്കുന്നവൻ, ഗുരു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഗുരുവിൻ ഗുരുവെ അയ്യപ്പ എന്നൊക്കെ വിളിക്കുന്നത്. അതിന് മുകളിലൊരു ഗുരുനാഥനില്ല. എന്താ ഭഗവാൻ പഠിപ്പിക്കുന്നത്? എന്താണ് ഭഗവാന്റെ സിലബസ്? ചര്യ, ശീലം പഠിപ്പിക്കുന്നവനാണ് ശാസ്താവ്. ശബരിമലയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ശാസ്താവിനെ നമ്മൾ പൊതുവെ വിളിക്കുക ധർമ്മശാസ്താവ് എന്നാ. അപ്പൊ അദ്ദേഹം എന്താ പഠിപ്പിക്കുന്നുണ്ടാവുക? ധർമ്മം പഠിപ്പിക്കുന്നവനാണ് ശാസ്താവ്. നമ്മുടെ നാടൻ ഭാഷയിൽ പ്രയോഗം ഉണ്ട്. നിങ്ങൾക്ക് കണ്ണു ചോര ഉണ്ടാവും അല്ലേ? ഇവിടെ ചോദിക്കാറില്ലേ? ഈ കണ്ണുചോരയുടെ വ്യാഖ്യാനാണ് ധർമ്മം. നിങ്ങൾക്ക് ധർമ്മം ഉണ്ടോന്നാ ചോദിക്കണത്. ചെയ്യാൻ തോന്നിയല്ലോ. നമ്മളത് നാടൻ ഭാഷയിൽ ചോദിക്കണതാണ് നിങ്ങൾക്ക് കണ്ണുചോര ഉണ്ടാവുക. ഈ കണ്ണിൽ ചോര ഉണ്ടാവുക എന്നുള്ളതാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. ധർമ്മം പഠിപ്പിക്കുന്നവൻ, അതുകൊണ്ട് അവനെ ധർമ്മശാസ്താവ് എന്ന് വിളിക്കുന്നു. നിങ്ങൾക്കൊക്കെ സ്വാമിയെ നിരവധിയായിട്ട് തവണ കണ്ട് ഭാഗ്യമുള്ള മഹാത്മാക്കളൊക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും. ഭഗവാന്റെ തിരുനട ഓരോ സമയത്തും അടയ്ക്കുമ്പോൾ, ഞാൻ ഒരു സീസണിൽ കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് അടയ്ക്കുമ്പോൾ അല്ല ഞാൻ പറയുന്നത്, ഒരു തീർത്ഥാടന കാലത്തിന്റെ അവസാനം ഭഗവാന്റെ നട അടയ്ക്കുന്ന സമയത്ത് ഭഗവാനെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് ഭഗവാന് തലപ്പാവ് കെട്ടിക്കൊടുത്ത് ഭഗവാന്റെ കയ്യിൽ യോഗദണ്ഡ് കൊടുത്ത് ഒരു മുദ്രമാല കൊടുത്ത് ഭഗവാനെ തപസ്സിലേക്ക് വീണ്ടും ഭഗവാൻ അങ്ങയുടെ തപസ് നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് നട അടയ്ക്കുക. ആ സമയത്ത് ഭഗവാന്റെ തിരുശരീരത്തോടു കൂടി ഒരു സാധനം ചാരി വെക്കുന്നത് കാണാം. എന്താ അത്? എപ്പോഴേലും കാണാം നിങ്ങൾക്ക് അങ്ങനത്തെ ഫോട്ടോ. തമിഴ്നാട്ടിലൊക്കെ പോയി ഇഷ്ടം പോലെ കാണാം. ഭഗവാന്റെ ശരീരത്തിന്റെ കൂടെ ഒരു സാധനം കൂടെ എക്സ്ട്രാ ഇരിക്കുന്നുണ്ടാവും. ചൂരൽ വെക്കും ഭഗവാന്റെ ശരീരത്തിന്റെ കൂടെ. ഒരു വട്ടി കണ്ടിട്ടുണ്ടാവും, ഒരു ദണ്ട്. പല ആൾക്കാരുടെയും വിചാരം അത് ഭഗവാൻ രാജകുമാരനായതുകൊണ്ട് രാജദണ്ഡ് വെച്ചിരിക്കുന്നു. അല്ല കേട്ടോ. ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാൻ രാജകുമാരനേ അല്ല. ഭഗവാൻ താപസിയായിട്ടുള്ള ഒരു യോഗഭാവത്തിലിരിക്കുന്ന ശാസ്താവാണ് അവിടെ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന് രാജദണ്ഡിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ വെക്കണ ചൂരൽ എന്തിനുള്ളതാ? പഠിപ്പിക്കുന്നവന്റെ, ഗുരുവിന്റെ ലക്ഷ്യമാണ് ആ ചാരി വയ്ക്കുന്ന വട്ടി. അതും എങ്ങനെ പഠിപ്പിക്കുന്നവന്റെ? അടിച്ച് പഠിപ്പിക്കുന്നവന്റെ. വ്യത്യാസമുണ്ട്. ശാസ്ത്രിതാവാണ്, പഠിപ്പിക്കും. ചിലപ്പോ എന്ത് കിട്ടും? അടി കിട്ടും. അടി കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അടി. ചില കുട്ടികളുണ്ട്, അവർക്ക് അടി കിട്ടിയാൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. അപ്പൊ എന്താ നിവൃത്തിയുള്ളൂ? അടിക്കുക. കലികാലത്തിൽ എന്തേ നിവൃത്തിയുള്ളൂ? എല്ലാരെയും അടിച്ച് തന്നെ പഠിപ്പിക്കണം എന്നാണ്. ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് സനാതന ധർമ്മം എന്ന് വിളിക്കുന്ന ഈ ഹൈന്ദവ ധർമ്മം ഇന്നും ഈ കാലത്ത് ഇങ്ങനെ ശോഭിക്കുന്നത് ഞാൻ പറയും. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള പുരുഷന്മാർക്കിടയിൽ. ഞാനിവിടെ വരണ സമയത്ത് കുറെ അമ്മമാര്, അവരൊക്കെ ഞാൻ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു. കുറെ ആൾക്കാർ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ നാമം ചൊല്ലി. വളരെ സന്തോഷം. ഞാനാണ് ഈ പരിപാടിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഓഡിയൻസിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുക, നിങ്ങളിത് ചൊല്ലുക എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിന്റെ വായ കൊണ്ട് അനക്കില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർക്കുള്ള ഒരു പ്രശ്നമാണത്. എന്ത്? നാമം ഉറക്കെ ചൊല്ലാനുള്ള മടി. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഏത് മന്ത്രം ചൊല്ലുമ്പോ? ഏത് മന്ത്രം? സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഞങ്ങളാണോ നിങ്ങളാണോ ഉറക്കെ വിളിക്കാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ അതിൽ ജയിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരു മടിയില്ല ഉറക്കെ വിളിക്കാൻ. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് വിളിക്കാൻ മടിയുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടിയാണ് അകത്തേക്ക് നോക്കി ഷർട്ട് ഇടാണ്ട് ആരെന്നെ നോക്കിയാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അയ്യപ്പന്റേതാണെന്നുള്ള മനോഭാവത്തോടു കൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്കെ വിളിക്കുന്നത്. എവിടെ പോയി ഇത്ര നേരം ഉണ്ടായിരുന്ന അഭിമാനം? എവിടെ പോയി? കാച്ചുകൊണ്ടയോ? ഇത്ര നേരം ഒരാൾ നമ്മളെ നോക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തായാലും ശ്രദ്ധിക്കോ, ഇങ്ങനെ ചെയ്തായാലും ശ്രദ്ധിക്കോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഉറക്കം നാമം ചൊല്ലുന്നു. ഇനിയിപ്പോ നൃത്തം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അതും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ വരും. എനിക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് വളരെ കുറവാണ് തോന്നുന്നു അഖണ്ഡനാമത്തിന്റെ ഒരു പാരമ്പര്യം. ഇവിടെ ഉണ്ടാവാറുണ്ടോ? ഇല്ല. എനിക്കൊന്ന് പാലക്കാട് കുറച്ചുകൂടെയൊക്കെ ശാസ്താപ്രീതിക്കാണ് പ്രാധാന്യം. ഇപ്പൊ നൂറണിയാണെങ്കിലും കൂടുതലായിട്ട് നടക്കുന്നത്. നിങ്ങൾ മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അഖണ്ഡനാമം നടക്കുന്നത് കാണാം. നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് വട്ടം കൂടി നിന്ന് മതഗജ വാഹന മഹാമതേ ഹരിഹര സുഗുനോ നമോസ്തുതേ എന്ന് പറഞ്ഞ് കൈ കൊട്ടി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം.
എവിടെ പോയി ഇത്ര നേരം ഉണ്ടായിരുന്ന ദേഹാഭിമാനം? ഇത് വളരെ ഇങ്ങനെ ഇരുന്ന് ഘോഷിക്കുന്ന എനിക്കുണ്ട് ഈ സാധനം. ഇപ്പൊ ഇവിടെ വന്നിട്ട് അയ്യപ്പന്റെ പാട്ട് വെച്ചൊരു ഡാൻസ് കളിക്കുക വ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുമോ? അതൊക്കെ പറയാൻ വരാൻ എളുപ്പാ. അത് പാലക്കാട് നിന്ന് ഭഗവാൻ നേരിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് കുഴൽമന്ദത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഒരു കോൺസേർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ട നവീൻ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ എല്ലാ പരിപാടികൾക്കും എന്നെ വിളിക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പോകാൻ പറ്റിയില്ല ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോ ഒരു പാട്ട്, ഒരു ഭജൻ പാടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വന്ന് സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചു. നിങ്ങൾ അതിന്റെ വീഡിയോ ചിലപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർ സ്റ്റേജിന്റെ ഫ്രണ്ട് ഇരുന്നിട്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത്. മനോഹരമായിട്ട് ഡാൻസ് ചെയ്തു. ഗുരുവായൂരപ്പന്റെ ഏതൊരു പാട്ടായിരുന്നു, ഒരു നേരമെങ്കിലും അതിന്റെ ഇടയിൽ വായിച്ചു. അപ്പൊ അതിനൊക്കെ അവർ ഡാൻസ് ചെയ്തു. ഗംഭീരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ആ പാട്ട് കഴിഞ്ഞോടുകൂടി പറഞ്ഞു, മക്കളെ നിങ്ങളൊക്കെ തിരിച്ചു വെക്കുമെന്ന് പറഞ്ഞു. എനിക്ക് രസം എന്താ വെച്ചാൽ അവരതിന്റെ കൂടെ ഇപ്പൊ ശ്രീലാലും നവീനും രാജേഷൊക്കെ അതിന്റെ കൂടെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നവീൻ മൈക്ക് എടുത്തിട്ട് പറയുന്ന അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത്, ഈ പാട്ടിന് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചു, അടുത്ത പാട്ടിന് ആര് കളിക്കണം? ആൺകുട്ടികൾ കളിക്കണം, വരൂ എന്നാണ് പറഞ്ഞത്. എന്റെ ദൗർഭാഗ്യത്തിന് അവരുടെ ഭാഗ്യത്തിന് തൈ ചേച്ചിരിക്കണം. ഈ ഫസ്റ്റ് റോയിൽ ഞാനാണെങ്കിൽ എല്ലാ പ്രഭാഷണങ്ങളിലും പൂന്താനം പറഞ്ഞിട്ടുണ്ട്, നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിക്കണമെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു. മൂപ്പരത് കേട്ടിട്ടുണ്ട്. വ്യാസം പറയാറില്ല, വരൂ. നിർത്തി ഉണ്ടായിരുന്നില്ല, പോയി കളിക്കാന്നല്ലാതെ. ഇതൊക്കെ ഘോഷിക്കാൻ വലിയ എളുപ്പാ. ഇത് പറഞ്ഞ് ഇത് പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കാനാണ് പ്രയാസം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നവീന വിളിച്ച സമയത്ത് എന്റെ ശരീരത്തിൽ ഒരു മുദ്രമാല ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കറുപ്പ് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു മടിയില്ല ചിലപ്പോൾ ഞാൻ പോയേനെ. അത് ആ മുദ്ര ശരീരത്തിൽ വരുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ളൊരു ഭാവം നമുക്ക് ഉണ്ടാവുന്നതാണ്. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ കഴിഞ്ഞ വർഷം, ഈ വർഷം പോകാൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് വരുന്ന സമയത്താണ് ഞാനും പോകാൻ തയ്യാറെടുത്തിരുന്നത്. അപ്പൊ ആ സമയത്ത് റെസ്ട്രിക്ഷനിലുകൊണ്ട് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു ദീപാവലി കാലത്ത് ചിത്തിരാട്ട വിശേഷം സമയത്ത് ഞാൻ പോയിരുന്നു ശബരിമലയിലേക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ആ സമയത്ത് ശബരിമലയ്ക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിൽ മണ്ണാർക്കാട് തിരിച്ചു വന്ന് രാവിലെ ഒരു പുലർച്ചെ 3 മണി 2 മണി സമയത്താണ് നാട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പൊ ആ സമയത്ത് അമ്പലം തുറന്നിട്ടില്ല. ഈ അമ്പലം തുറന്നിട്ടേ മാല ഊരാൻ പാടുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കൊക്കെ അവിടെയൊക്കെ. ഈ പമ്പയിലും അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലൊന്നും മാല ഊരി പോരുന്ന ഏർപ്പാട് നമുക്ക് എത്തിച്ചിട്ടുള്ളതല്ല. യഥാർത്ഥത്തിൽ എവിടെയാണോ മാല ഇട്ടത് അവിടെ പോയി അത് അഴിക്കുക എന്നുള്ളതാണ് അതിന്റെ ക്രമം. അപ്പോൾ അതൊരു സർക്കിൾ പൂർത്തിയാവുള്ളൂ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അമ്പലം തുറക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ആൽത്തറയിൽ കിടന്നു. രാവിലെ പോയി അവിടെ അടുത്ത് തന്നെ കുന്തിപ്പുഴയുണ്ട്, പോയി കുളിച്ചു വന്നു. ഓരോ ആളുകളായിട്ട് പോയി മാല ഊരുന്ന ചടങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പൊ ഗുരുസ്വാമി ഉണ്ട്, ഗുരുസ്വാമിയെ പോയി നമസ്കരിക്കുക, ശരണം വിളിക്കുക, ദൂര, ഇതാണ് ചടങ്ങ്. അപ്പൊ ഈ സമയത്ത് ഓരോരുത്തരായി പോകുന്നു. ഗുരുസ്വാമി നമസ്കരിക്കുന്നുണ്ട്, ഈ മാല ഊരുന്നുണ്ട്, വീണ്ടും അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഒരു ചേട്ടൻ, ഏകദേശം ഒരു 45-46 വയസ്സ് പ്രായമുള്ളൊരു ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടി ഗുരുസ്വാമിയെ പോയി നമസ്കരിച്ചു. അയ്യപ്പനാണ് അവിടുത്തെ പ്രതിഷ്ഠാ ഭാഗത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ശരണം വിളിച്ചു, കൈ പിടിച്ചു. പിന്നെ ഈ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചിട്ട് ഈ സാധനം പൊക്കി ഈ ചെവിയുടെ മുകളിലേക്ക് ഈ മാല അദ്ദേഹത്തിന് പൊങ്ങുന്നില്ല. ഇതുവരെ പോകുന്നുള്ളൂ, ഇതിന്റെ മുകളിലേക്ക് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചത് എന്തോ ഒരു അദ്ദേഹം ധ്യാനിക്കുകയായിരിക്കും, പ്രാർത്ഥിക്കുകയായിരിക്കും എന്നൊക്കെയല്ലേ നമ്മുടെ തോന്നൽ. കുറെ കഴിഞ്ഞപ്പോ ഇദ്ദേഹം കരയാൻ തുടങ്ങി, പൊട്ടി കരയുക. ഒരു ആരെങ്കിലും മരിച്ചാൽ ഒരാൾ എങ്ങനെയാണോ കരയുക അതുപോലെ അദ്ദേഹം കരയാൻ തുടങ്ങി. ഒപ്പമുള്ള ആൾക്കാരൊക്കെ വന്ന് അദ്ദേഹം കെട്ടിപ്പിടിച്ച് മാറ്റി കൊണ്ടുപോയിക്കൊണ്ട് വന്നു. ഞങ്ങൾ മാല ഓരോ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അന്ന് വൈകിട്ട് ഞങ്ങൾ പരസ്പരം അന്ന് പോയ സ്വാമിമാരൊക്കെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സന്ദർഭം ചോദിച്ചു, എന്തുകൊണ്ട് അദ്ദേഹം കരഞ്ഞത്. അപ്പൊ അതിൽ മുതിർന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വ്യാസൻ നാളെ 6:30 ആകുമ്പോൾ അയാളുടെ കൈ വറയ്ക്കുന്നു. നാളെ 6:30 ആകുമ്പോൾ എന്ത് തുടങ്ങും? ഇത്ര നാൾ അനുവർത്തിച്ചിരുന്നൊരു ശീലം ഉണ്ടായിരുന്നു, അതിലേക്ക്. അപ്പൊ നോക്കൂ, ആ മാല ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, വീണ്ടും ഞാൻ ആ പഴയ അഴുക്ക് ചാല് നിറഞ്ഞ ജീവിതത്തിലേക്ക് ചാടാൻ പോവുകയാണല്ലോ എന്നുള്ള വിഷമം കൊണ്ടാ കരയുന്നത്. ആ വിഷമാണ്. എത്ര ദിവസം അദ്ദേഹം വ്രതം എടുത്തു എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും, ഈ 7 ദിവസം, ഈ 8 ദിവസം ഞാൻ സമയത്ത് എണീറ്റു, സമയത്ത് ഉറങ്ങി, എന്റെ കുട്ടികൾ എന്റെ കൂടെ സമാധാനത്തോടു കൂടി ഇരുന്നു, എന്റെ ഭാര്യ എനിക്ക് വേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു, അവൾ എന്നെ പരിപാലിച്ചു, അവൾക്കും ഞാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല, എന്റെ സുഹൃത്തുക്കൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ പോയി നല്ല ഭക്ഷണം മാത്രം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി, എല്ലാ ദിവസവും പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റി, അവസാനം ധർമ്മശാസ്താവിനെയും കാണാൻ പറ്റി. ഇനി വീണ്ടും ഇത് ഊരിക്കഴിഞ്ഞാൽ ഞാൻ പോകുന്ന ജീവിതം ഏതാണ്?
രാവിലെ എണീക്കുന്ന ഏത് സമയത്ത്, രാത്രി ഉറങ്ങുന്ന ഏത് സമയത്ത്, അതിനിടയിൽ ഏതൊക്കെ ഔട്ട്ലെറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ തോന്നലാണ് കരച്ചിലിന് കാരണമാവുന്നത്. അതിലെന്താ പ്രശ്നം? ഈ മാല ഉണ്ടായിരുന്നെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്നു. ഇത് ശരീരത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എത്രയൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാം എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. മാല ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പോകുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, ഭഗവാൻ പോലും പറയുന്നത്, നിങ്ങൾ ഈ മാല ധരിക്കേണ്ടത് എന്തിനു കുറുകെയാണ്? ശരീരത്തിന് കുറുകെയല്ല, മനസ്സിന് കുറുകെയാണ് എന്റെ മുദ്ര എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത്. മാല നിങ്ങൾ 100 വട്ടം ഊരിയാലും മനസ്സിൽ ആരുണ്ടായിരിക്കണം? സ്വാമി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ സ്വാമിയാണ്. ഞാൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ വളരെയധികം വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ജീവിതത്തിൽ നിങ്ങൾ ഒരു തവണ മാത്രമേ ശബരിമലയ്ക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോകേണ്ട സ്ഥലമാണ് ശബരിമല എന്ന് ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് കുറെ ആളുകൾ ചോദിച്ചു, വ്യാസൻ എന്തിനാ അങ്ങനെ പറയുന്നത്? ശരിയാണല്ലോ. എന്താണ് അതിന് കാരണം? നിങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങൾക്ക് ആദ്യത്തെ തവണ പോയതുപോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല, എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാലും. നമ്മുടെ ശരീരമാകുന്ന നെയ്ത്തേങ്ങയിലേക്ക് ആത്മാവാകുന്ന നെയ്യിനെ നിറച്ചുകൊണ്ട് 41 ദിവസം വ്രതമെടുത്ത് കാണാവുന്ന ആൾക്കാരെയൊക്കെ കണ്ട് പരിഹാരങ്ങൾ പറഞ്ഞ് ക്ഷമ ചോദിച്ച് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ക്ഷമ ചോദിച്ച് കടം വാങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുത്ത് സകലരെയും നമസ്കരിച്ച് ഈ പുണ്യവും പാപവും എന്നുള്ള ഇരുമുടിക്കെട്ടും പേറിയിട്ടാണ് നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്നത്. അതിലെ മുൻകെട്ടിൽ കിടക്കുന്ന നെയ്ത്തേങ്ങ എന്ന് പറയുന്ന സാധനം വെറും തേങ്ങയല്ല, അത് നമ്മുടെ ജന്മമാണ് കിടക്കുന്നത്. ആ തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, ആ നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. നിങ്ങൾ 41 ദിവസം വ്രതം എടുത്ത് ഭഗവാന്റെ 18 തത്വങ്ങളെ മനസ്സിലാക്കി ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ളതാ എഴുതി വെച്ചിരിക്കുന്നു. തത്വമസി എന്നുള്ള സന്ദേശം മനസ്സിലാക്കി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആഴിയിൽ എറിഞ്ഞു കളയണു. നെയ്ത്തേങ്ങ അതിലുള്ള നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ എടുത്ത് ആർക്ക് കൊടുക്കുന്നു? ഭഗവാൻ കൊടുക്കുന്നു. ഭഗവാന്റെ ശരീരത്തിലൂടെ അത് അഭിഷേകം ചെയ്യപ്പെടുന്നു. നിങ്ങളും ഭഗവാനും ആരായി തീർന്നു? ഒന്നായി തീർന്നു. ഇത് ആദ്യത്തെ പോക്കിൽ തന്നെ സംഭവിക്കും. പിന്നെ നമ്മൾ പോണത് എന്തോ ഉറപ്പിക്കാനാട്ടോ. നിങ്ങൾ ആദ്യം പോയി നിങ്ങൾ അയ്യപ്പനിൽ ലയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ അതേപോലത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇനി പറയുന്നത്, പോയ ആള് തന്നെയാണ് തിരിച്ചു വരുന്ന രീതി പാടില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുതിയൊരു മനുഷ്യനായിരിക്കണം. പിന്നെ പോയി ഭഗവാനെ കാണാൻ പോവാ. ഭഗവാനിൽ ലയിച്ച് ചേരുക എന്ന് പറഞ്ഞ പ്രോസസ് നടന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് 2 ആത്മാവുണ്ടോ? നെയ്ത്തേങ്ങയിൽ ഇരിക്കുന്ന നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞു? ഭഗവാൻ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ശരീരം പോലും നിങ്ങളുടെ ശരീരം നിങ്ങൾ എന്ത് ചെയ്തു? ആഴിയിലെറിഞ്ഞു കളഞ്ഞു. പിന്നെ തിരിച്ചു വരുന്നത് എന്താ? ഭഗവാൻ നമുക്ക് തിരിച്ചു ഉള്ള പ്രസാദമായിട്ടുള്ള ജീവിതമാണ് ബാക്കിയുള്ളത്. നിങ്ങൾ ഒരു തവണ നേദിച്ച അപ്പോ ആട്ടെ വീണ്ടും ശീലകത്ത് കയറി നേദിക്കൂ? ഒരിക്കൽ കയറ്റിയ പഴം നേദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കയറ്റി നേദിക്കൂ? ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു തവണ സമയം പറ്റുള്ളൂ. പക്ഷെ ഈ പോക്കില് 18ാമത്തെ പോക്കിലാവും ചിലപ്പോൾ ഇത് മനസ്സിലാവുക. അതാണ് 1ാമത്തെ തവണ എന്ന് കൂട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. ചിലപ്പോ 21ാമത്തെ തവണയാവും. ഇപ്പൊ ഇന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഗുരുസ്വാമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് 18 തവണ അയ്യപ്പനെ കണ്ട ആളല്ല കേട്ടോ ഗുരുസ്വാമി. ഇന്ന് അതിന് വളരെ എളുപ്പമാണ്. 1.5 വർഷം ഉണ്ടായാൽ മതി, എല്ലാ മാസവും തുറക്കും. 12 മാസം ഒരു വർഷം പോവുക, 6 മാസം അടുത്ത മാസം പോയാൽ 18 തവണ പോയ ആരായി? അയ്യപ്പനെ അറിഞ്ഞ ആളാണ് ഗുരുസ്വാമി, അല്ലാണ്ട് അയ്യപ്പനെ കുറെ തവണ കണ്ട ആളല്ല ഗുരുസ്വാമി. അടുത്തൊരാൾക്ക് അയ്യപ്പൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരെ അനുഭവിച്ചിട്ടുണ്ടാവണം? അയ്യപ്പനെ അനുഭവിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ കൊല്ലങ്കോട് ഏത് കടയിലും നല്ല മസാല ദോശ കിട്ടുക നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല, കാരണം ഞാനിവിടെ വന്ന് കഴിച്ചിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കഫറ്റേരിയയിൽ പോയിട്ട് ഞാനത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ആൾക്ക് പറ്റും, അല്ലെ? ഇന്ന സ്ഥലത്ത് ഈ ഔട്ട്ലെറ്റിൽ കിട്ടും. കാരണം എന്താണ്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ച ആൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അയാൾക്ക് ഗുരുവാവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അയ്യപ്പനെ കാണുക എന്നുള്ളതിലുപരി അയ്യപ്പനെ അറിയുക എന്നുള്ളതാണ് പ്രാധാന്യം. ചിലപ്പോ ഒരു കുട്ടി, ഒരു കന്നിസ്വാമിയായിട്ടുള്ള കുട്ടി, അവൻ ഒരു പോക്കിൽ തന്നെ ആരായി മാറാൻ സാധിക്കും? ഗുരുസ്വാമിയായി മാറാൻ സാധിക്കും. എപ്പോ? അവൻ അയ്യപ്പനെ അറിയുമ്പോ. നിങ്ങൾ കാണാറുണ്ടല്ലോ വീഡിയോകളിലൊക്കെ ചില കുട്ടികൾ, 5 വയസ്സുള്ള കുട്ടികൾ, 8 വയസ്സുള്ള കുട്ടികളൊക്കെ ആ ശ്രീകോവിലിന്റെ മുമ്പിൽ എത്തിയിട്ട് പോലീസുകാർ മക്കളെ അകത്തേക്ക് നോക്കുന്നു പറയുമ്പോൾ അവരെവിടുന്ന ശരണം വിളിക്കുന്നത്? അവർക്ക് ആരാ അത് പഠിപ്പിച്ചു കൊടുക്കണേ? ചില കുട്ടികളൊക്കെ തൊണ്ട പൊട്ടണ പോലെ ശരണം വിളിക്കണേക്കാം, കാണാറുണ്ടല്ലോ. അവിടെയുള്ള ഒരു സെക്യൂരിറ്റി സ്റ്റാഫും ഒരാളും പറഞ്ഞു കൊടുത്തില്ല, മോളെ ഈ ഇരിക്കുന്നതാണ് അയ്യപ്പൻ ശരണം വിളിക്കുന്നത്. അവർക്ക് എങ്ങനെയാ കണക്ഷൻ ഫീൽ ചെയ്യണേ?
എന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് ആ ഇരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ആ ശ്രീകോവിലിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, അയ്യപ്പനെ അനുഭവിക്കുക, അയ്യപ്പനെ അറിയുക എന്നുള്ളത്. ഭഗവാനെ നമ്മൾ വിളിക്കുക ഭൂതനാഥൻ എന്നാണ്, അല്ലെ? ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര, അല്ലെ? കേൾക്കാറുണ്ട് ശ്ലോകമൊക്കെ. നമ്മുടെ വിചാരം അയ്യപ്പസ്വാമി ഭൂതനാഥൻ എന്ന് പറയുന്നതുകൊണ്ട് ഈ ഭൂതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കോൺസെപ്റ്റ് എന്താ? കൊമ്പൊക്കെയുള്ള, പല്ലൊക്കെയുള്ള, അങ്ങനല്ലേ ഭൂതം? കൊല്ലങ്കോട് വേറെ എന്തെങ്കിലും രൂപങ്ങളുണ്ടോ? ഇവിടെ ഒടിയനൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂതം എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ഭീകര രൂപികളായിട്ടുള്ള, അല്ലെ? സ്വാമി ആ ഭൂതങ്ങളുടെ മാത്രം നാഥനല്ല. അയ്യപ്പൻ എന്ന ശബ്ദത്തിന് തന്നെ അഞ്ചിന്റെയും അപ്പൻ ഒരു അർത്ഥമുണ്ട്. ഏതാ ഈ അഞ്ചെണ്ണം? പഞ്ചഭൂതങ്ങൾ. അതിനെയും ഭൂതങ്ങളുടെ വിളിക്കുക കേട്ടോ. അതിന് കൊമ്പും മീശയൊന്നുമില്ല. ആകാശം, വായു, ജലം, അഗ്നി, ഭൂമി, ഈ അഞ്ചിന്റെയും അപ്പനായിരിക്കുന്നത് കൊണ്ട് അവനെ അയ്യപ്പൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ 5 ഭൂതങ്ങൾക്കും അധിപനാണ് ആര്? സ്വാമി. ഈ 5 ഭൂതങ്ങൾ കൊണ്ടാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഈ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു കണക്കിന് ഞാനും നിങ്ങളൊക്കെ ആരാണ്? ഭൂതമാണ്. അപ്പൊ നമ്മുടെ മുഴുവൻ നാഥനാണ് ആര്? ഭഗവാൻ. അങ്ങനെ അതിനെ കാണാൻ പഠിക്കുക. അല്ലാണ്ട് ഭഗവാന് കുറെ ഭൂതഗണങ്ങളുണ്ട്, അവര് കുറെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ഭഗവാന്റെ ഭൂതഗണങ്ങളാണ്. നമുക്കൊക്കെ ഈശ്വരനായിട്ടുള്ള ഒരാളാണ് ആ ഭഗവാൻ. ആ ഭഗവാൻ ആത്യന്തികമായിട്ട് നമ്മളോട് പറയുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് ഈശ്വരൻ മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ഗുരുനാഥൻ കൂടിയാണ്. എന്താ ഞാൻ പഠിപ്പിക്കുന്ന കോഴ്സ്? ഞാൻ പറഞ്ഞു, എന്നിലുള്ളതും നിങ്ങളിലുള്ളതും ഒരേ ചൈതന്യമാണ് എന്നുള്ള ഈ ലോകത്ത് വെച്ച് അറിയാൻ എന്താണോ ബാക്കിയുള്ളത്, ആ ഏറ്റവും വലിയ പഠിപ്പാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. അതാണ് തത്വമസി. ഞാനത് പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറക്കെ പറയാനുള്ള ഒരേ ഒരു വാക്ക് എന്താണ്? തത്വമസി. ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ വണ്ടികളുടെയും പേര് തത്വമസിയാണ്. അതുകൂടെ എഴുതി വെച്ചിട്ടുണ്ടോ അതിന്റെ കൂടെ? ഭഗവാൻ എവിടെയുണ്ട് അതിന്റെ കൂടെ എന്തുകൂടി ഉണ്ട്? തത്വമസി ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഈ ബോർഡ്? ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ശബരിമലയിൽ 18ാം പടിക്ക് മുകളിലുള്ള ഈ തത്വമസി എന്ന് പറയുന്ന ബോർഡ് അവിടെ വന്നിട്ട് എത്ര കാലമായി? ശബരിമലയുടെ പഴയ ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏറ്റവും പഴയ ചിത്രങ്ങളിലൊക്കെ തീപിടുത്തത്തിന്റെ ഒക്കെ ഫോട്ടോകളുടെയൊക്കെ ആ സമയത്ത് സന്നിധാനത്തിന്റെ ഒക്കെ ഫോട്ടോ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ ഒന്നും എന്തില്ലല്ലോ, ഈ തത്വമസി ഇല്ലല്ലോ. അത് ആരവിടെ കൊണ്ടുവന്ന് വെപ്പിച്ച് ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ചിന്മയാനന്ദ സ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ ഒരു ബോർഡ് അവിടെ വരുന്നത്, തത്വമസി. പക്ഷെ ഭഗവാൻ ഈ തത്വമസി ബോർഡ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ സകല ആൾക്കാരോടും പറഞ്ഞു തന്നിരുന്നു, നിങ്ങൾ പഠിക്കുന്നത് തത്വമസിയാണ് എന്ന്. ബോർഡിന്റെ ആവശ്യമൊന്നും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. ബോർഡ് വന്നിട്ട് 60 കൊല്ലം 70 കൊല്ലത്തിന് അടുത്താവുന്നേ ഉള്ളൂ. മാക്സിമം ഒരു 100 വർഷം. 100 വർഷം തന്നെ ആയെന്ന് എനിക്ക് സംശയമാണ്. അത്രയായിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പേ ഭഗവാൻ ഈ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? ഞാനും നിങ്ങളും ഒന്ന് തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് നിങ്ങൾ കാണുന്ന ഈ അഭിഷേകം. എന്റെ ആത്മാവും നിന്റെ ആത്മാവും ഒന്നായി തീരുന്ന നിമിഷം. തത്വമസി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയപ്പോഴാണ് രാവിലെ 4 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ 12 മണി വരെ ഭഗവാന്റെ ദേഹത്തൂടെ ഈ നെയ്യ് ഇങ്ങനെ ഉരുക്കി ഒഴിക്കുന്നതാണ്, അല്ലെ? അതാണ് യഥാർത്ഥത്തിലുള്ള തത്വമസി. എല്ലാ ആൾക്കാരുടെ ആത്മാവും അവസാനം ചെന്ന് ചേരേണ്ടത് എവിടെയാണ്? ആ ഭഗവാനിലാണ്. അത് കാണുക, അത് ദൃശ്യത്തിൽ ഇങ്ങനെ കാണുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ചെറുപ്പക്കാർ കുട്ടികളെ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കുറച്ച് പേര്. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡെസ്റ്റിനേഷൻ കേരളത്തിന് പുറത്ത് ആധ്യാത്മികതയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും താല്പര്യം വാരണാസിയാണ്, ഗംഗ. അവിടെ പോയിട്ട് മണികർണിക എന്നുകൊണ്ടൊരു ഘട്ടുണ്ട്. അവിടെ പോയി വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നാ ജീവിതത്തിന്റെ സാർത്ഥകത മനസ്സിലാവും. എത്രയോ ഡെഡ് ബോഡികൾ വരുന്നു, കത്തുന്നു, അടുത്തത് ഗംഗയ്ക്ക് ഇടുന്നു, അടുത്തത് വരുന്നു, കത്തുന്നു, ഇടുന്നു. ഇതിങ്ങനെ കാണാം. ഏത് വലിയ കോടീശ്വരൻ തോന്നുന്നു, എന്തിനാണ് ഞാൻ ഇവിടെ ജനിച്ചിട്ടുള്ളത്, ഇതൊക്കെ എന്തിനാണ് ഞാൻ ചെയ്തു കൂട്ടുന്നതൊക്കെ. ഈ മണികർണിക ഘട്ടിൽ പോയിട്ട് നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്? ഇത് ശബരിമല ആളുടെ മുമ്പിൽ പോയി നിന്നാൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അവിടെ നടക്കുന്നത് ഇത് തന്നെയാ. ഈ വന്ന് വീഴുന്ന തേങ്ങയൊക്കെ എന്താ? എത്രയോ ശരീരങ്ങളാണ് ഈ വന്ന് വീഴുന്നത്. ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എല്ലാത്തിനുള്ളത് ഞാനാണെന്ന് പഠിപ്പിച്ചു തന്ന നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് നമ്മുടെ ആരാധനാക്രമത്തിൽ. ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് ഈ പേട്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഇരുമേലിയിൽ പേട്ട തുള്ളുന്നു. നമ്മുടെയൊക്കെ പേട്ട ഉണ്ട്, വിശേഷമാണ്. എങ്കിൽ പോലും ഭഗവാന് വിശേഷപ്പെട്ട 2 പേട്ടകൾ വർഷത്തിൽ നടക്കാറുണ്ട്. 2 സംഘങ്ങളുടെ പേട്ട. ഏതൊക്കെയാ? ഒന്ന് ഭഗവാന്റെ അമ്മയുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് പറയുന്ന രീതിയിൽ പറയും, അമ്പലപ്പുഴ സംഘവും
അച്ഛന്റെ വിഭാഗക്കാരെന്നുള്ള രീതിയിൽ ആലങ്ങാട് സംഘവും അല്ലെ, അമ്പലപ്പുഴ സംഘമുണ്ട്, ആലങ്ങാട്ട് സംഘമുണ്ട്. പേട്ട ഒരാൾ പ്രസിദ്ധമാണ്. ഈ പേട്ട തിന്നുന്ന സമയത്ത് വിളിക്കുന്ന ഒരു വായ്ത്താരി ഉണ്ട്. എന്താ വിളിക്കുക? സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും അങ്ങനെ വിളിക്കാറുള്ളത് അല്ലെ. നമ്മളിത് വായ്ത്താരിയായിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇതിനുള്ളിൽ ഭഗവാൻ ഈ തത്വമസി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്താ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം? സ്വാമി തിന്തകത്വം എന്നുള്ളത് കൊണ്ട് സ്വാമി നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിരിക്കുന്നു എന്നാണ് അത്ര അർത്ഥം. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും ചില പേരുകളൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിലെ ഏറനാട് എന്ന് പറഞ്ഞ ഭാഗത്തായിട്ട് പ്രഭാഷണത്തിന് അവിടെ പോയപ്പോ കരിയാത്തൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് കരിയാത്തൻ എന്നാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കരിയാത്തൻ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണ് മുത്തശ്ശ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് യഥാർത്ഥത്തിൽ ശിവൻ എന്നാണ് എനിക്ക് പേരിടേണ്ടത്. ശിവൻ എന്ന് പേരിടാൻ ആ കാലത്ത് എനിക്ക് പറ്റില്ലായിരുന്നു. കിരാതമൂർത്തിയാണ് എന്ത് വിളിക്കുന്നത്? കരിയാത്തൻ. കിരാതൻ എന്നുള്ളതിന്റെ നാടൻ പ്രയോഗമാണ് കരിയാത്തൻ. ഇതേപോലെ നാടൻ പ്രയോഗങ്ങളിലൂടെ പണ്ടത്തെ നമ്മുടെ മഹാത്മാക്കളായിട്ടുള്ള ഗുരുജനങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്വാമി തിന്തകത്വം എന്നുള്ളതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സന്ദേശം ഈ തത്വമസിയുടെ സന്ദേശമാണ്. സ്വാമി നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിരിക്കുന്നു എന്ന് ഒരു സ്വാമി പറയുമ്പോൾ അടുത്ത സ്വാമി എന്താ പറയണേ? അയ്യപ്പൻ നിന്റെ അകത്തും ഓംകാര സ്വരൂപനായിരിക്കുന്നു. അപ്പൊ നിന്റെ ഉള്ളിലുള്ള സ്വാമിയും എന്റെ ഉള്ളിലുള്ള അയ്യപ്പനും ഒന്ന് തന്നെയാണ്. ബോർഡൊക്കെ ഇപ്പൊ ഈ അടുത്താ വന്നത്. ഇത് പ്രാചീന കാലം മുതലേ അവിടെ നടക്കുന്നുണ്ട്. ഇത് ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണിക്കുന്നു, നെയ്യഭിഷേകം കൊണ്ട് കാണിക്കുന്നു, ഭഗവാന്റെ പേര് ആൾക്കാർക്ക് കൊടുത്തിട്ട് കാണിക്കുന്നു. എല്ലാത്തിലും കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഞാനും എന്റെ ഭക്തരും തമ്മിൽ ഭേദഭാവമില്ല. ഇതെല്ലാവരും ഏതൊരു ഈശ്വര ചൈതന്യവും ഇതാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാമി അത് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കത് മനസ്സിലാവുന്നു. വെറുതെ അല്ല ഭഗവാനെ കലിയുഗ വരദൻ എന്ന് വിളിക്കുന്നത്. ഈ കലികാലത്തിൽ നമുക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? നമുക്കുണ്ടാവുന്ന രോഗങ്ങളായിക്കോട്ടെ, നമുക്കുണ്ടാവുന്ന ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, നമുക്കുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ, നമുക്കുണ്ടാവുന്ന ജോലിയിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളായിക്കോട്ടെ, ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? ഭഗവാൻ പറയുന്നത് കലികാലത്ത് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ചര്യയാണ്, ശീലങ്ങളാണ്. ഒരാളോട് എങ്ങനെ പെരുമാറണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് ജീവിത രീതി തുടരണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഈ ശീലങ്ങളൊക്കെ കറക്റ്റ് ആവുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിക്കോളും. ഭഗവാൻ ഇതാണ് പഠിപ്പിക്കുന്നത്. ഏത്? ഈ ശീലങ്ങൾ ചര്യ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ, ഒരു ചിട്ടയോടുകൂടിയ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്യന്തികമായിട്ട് ആശ്രയിക്കേണ്ടത് ആ ചിട്ട പഠിപ്പിക്കുന്ന ശ്രീധർമ്മശാസ്താവിനെയാണ്. അത് കൃത്യമായി ഭഗവാന്റെ എല്ലാ ആരാധനാക്രമങ്ങളിലും പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ആത്യന്തികമായിട്ട് ഭഗവാൻ ഗുരുവാണ്. ഒപ്പം തന്നെ ഭഗവാൻ വെറും ഗുരു മാത്രമാണെന്ന് കരുതരുത്. ഭഗവാൻ ഒരു യോദ്ധാവും കൂടിയാണ്, ഒരു പോരാളിയാണ്. ഭഗവാന്റെ ഏറ്റവും 2 രൂപങ്ങളാണ് ഏറ്റവും പ്രസിദ്ധം. നമ്മളപ്പോ ഈ പന്തള രാജകുമാരൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ അല്ലെ ഇടയ്ക്കിടയ്ക്ക്. ശബരിമലയിൽ നിങ്ങൾക്ക് പന്തള രാജകുമാരനായിട്ടുള്ള ഭഗവാനെ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഏത് ദിവസം? മകരവിളക്ക്. പണ്ട് ഭഗവാൻ പോകുന്നതിന് മുമ്പായിട്ട് അച്ഛൻ ഭഗവാനോട് പറയുന്നുണ്ടല്ലോ അല്ലെ, ഉണ്ണി നീ ഞങ്ങളെന്ന് വിട്ടു പോകരുത്, ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്, എപ്പോഴും ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല, എനിക്ക് ഈ ജന്മത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, തപസ് തുടങ്ങണം, അതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പോൾ വീണ്ടും നിർബന്ധിച്ചു, ഞങ്ങളല്ലേ നിന്നെ വളർത്തി വലുതാക്കിയത്, ഈ അവസ്ഥയിലൊക്കെ ആക്കിയത്, നീ ഇപ്പൊ വലിയ സ്വാമിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളെ വിട്ടു പോകാൻ പാടുണ്ടോ? ഏതൊരു അച്ഛനും പറയുന്നത് പോലെ നിങ്ങളുടെ കുട്ടി നാളെ സന്യാസിയാകാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കുമോ? ദേശാടനം സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് കണ്ടാൽ മതി, മനസ്സിലാവും. ഇത്രയും നാള് 12 വർഷം സ്വന്തം കുട്ടിയെ പോലെ നോക്കിയ ഒരാളാ പറയണത് ഞാൻ മുതൽ പോവാന്ന്. എവിടേക്ക്? കാട്ടിലേക്ക്. ഏത് അച്ഛനാണെങ്കിലും ഏത് അമ്മയാണെങ്കിലും ഇതേ പറയുള്ളൂ. ആ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്, വർഷത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണോ ഞാൻ ഇപ്പോൾ ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് കാണാം അല്ലെ. അതിനാണ് തിരുവാഭരണം കൊടുത്തയക്കുന്നത്. തിരുവാഭരണത്തിൽ പോലും ഭഗവാൻ തന്റെ ഈ തത്വമസി എന്ന് പറയുന്ന സന്ദേശം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശബരിമലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പറയുമ്പോൾ ഒന്ന് ഭഗവാന്റെ ശ്രീകോവിൽ,
ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലം. യോഗവട്ടം ധരിച്ചുകൊണ്ട്, ചിന്മുദ്ര കയ്യിൽ ധരിച്ചുകൊണ്ട്, ഭസ്മാഭിഷിക്തനായിട്ട് യോഗഭാവത്തിൽ ഇരിക്കുന്ന ശാസ്താവിന്റെ ശ്രീകോവിലാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരു ഭാഗം. പിന്നെ ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭഗവാന്റെ 18 പടികൾ. ആദ്യത്തെ 8 പടികൾ കൊണ്ട് അഷ്ടരാഗങ്ങളും, അത് കഴിഞ്ഞുള്ള 5 പടികൾ കൊണ്ട് പഞ്ചഭൂതങ്ങളും, അത് കഴിഞ്ഞുള്ള 3 പടികൾ കൊണ്ട് ത്രിഗുണങ്ങളും, 17ാമത്തെ പടി വിദ്യയും, 18ാമത്തെ പടി അവിദ്യയും. ഇങ്ങനെയുള്ള സങ്കല്പം. ആ 18 പടിക്കും പ്രാധാന്യമുണ്ട്. അപ്പൊ ശ്രീകോവിലുള്ള അതേ പ്രാധാന്യം തന്നെ എന്തിനുണ്ട്? 18ാം പടിക്കുണ്ട്. ശ്രീകോവിലുള്ള പ്രാധാന്യം പോലെ തന്നെ 18ാം പടിക്ക് പ്രാധാന്യമുള്ളത് പോലെ തന്നെ ഒരു പ്രാധാന്യമുള്ള സ്ഥലം കൂടെ ശബരിമലയിൽ ഉണ്ട് എന്ന് ഉറക്കെ പറയാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ശീലിക്കണം. മാളികപ്പുറമല്ല, വേറെ ഏതാ? ഉറക്കെ പറയൂ. നത്തിങ് ബട്ട് മണിമണ്ഡപം. ശബരിമലയിൽ പോകുന്ന ആളുകളൊക്കെ കാണുന്ന സ്ഥലമാണ്. ഭസ്മകണ്ഠവോടെ അല്ലെ? എന്താണ് മണിമണ്ഡപം? ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടോ? പോകുന്ന സമയത്ത് കുറെ ഭസ്മണ്ട്, അതിൻ്റെ ഉള്ളൊരു വഴക്ക് എത്തിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ അവിടുന്ന് ഭസ്മം തൊടുന്നുണ്ട്. ചില ആൾക്കാർ നമ്മൾ കൊണ്ടാണ് ഭസ്മം പാക്കറ്റ് കീറിയിട്ട് അതിന്റെ മുകളിൽ കൂടെ വെതറും. അതിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ തുമ്മലുള്ള ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടാണ്. അത്രയധികം ഭസ്മാണ്. ചില ആൾക്കാർ അവിടെ മണി കെട്ടും വന്നിട്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരൊക്കെ. എന്താണ് യഥാർത്ഥത്തിൽ മണിമണ്ഡപം? മണിമണ്ഡപമാണ് അയ്യപ്പന്റെ സ്ഥാനം ശബരിമലയിലുള്ളത് കേട്ടോ. അയ്യപ്പൻ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് യഥാർത്ഥത്തിൽ മണിമണ്ഡപത്തിൽ ഇരിക്കുന്നതാ. ധർമ്മശാസ്താവാണ് എവിടെ ഇരിക്കുന്നത്? ശ്രീകോവിൽ ഇരിക്കുന്നത്. അയ്യപ്പൻ ധർമ്മശാസ്താവിൽ പോയി ലയിച്ചു നമ്മൾ പറയാ, വിലയം പ്രാപിച്ചു ധർമ്മശാസ്താവ്. എങ്ങനെയാ ഈ അയ്യപ്പൻ ധർമ്മശാസ്താവിൽ പോയി വിലയം പ്രാപിച്ചത്? ഭഗവാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ പോയോ? ഭഗവാന്റെ യാത്രയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തീർത്ഥാടന യാത്ര. ഭഗവാൻ പോയ വഴി കൂടെയാണ് നമ്മളും പോകുന്നത്. കാനനപാത, പരമ്പരാഗത പാത. അവിടെ ചെന്ന ഭഗവാൻ മണിമണ്ഡപം ഇന്നിരിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് തന്റെ കുണ്ഡലിനി ശക്തിയെ ഈ 6 ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിൽ എത്തിച്ച് ബ്രഹ്മരന്ധ്രം വിച്ഛേദിച്ച് അതുവഴി ശാസ്താവിൽ പോയി ലയിച്ചു എന്നാണ്. 12 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓർത്തു നോക്കുന്നത്. ആ കുട്ടിയുടെ ജീവസമാധിയുള്ള സ്ഥലമാണ് മണിമണ്ഡപം. ശബരിമലയിൽ ഇന്നും അയ്യപ്പന്റെ ആരാധന നടക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകോവിലുള്ള പോലെ തന്നെ നടക്കുന്ന ഒരു സ്ഥലമാണ് മണിമണ്ഡപം എന്ന് മനസ്സിലാക്കുക. മണിമണ്ഡപത്തിന്റെ പ്രാധാന്യം കുറച്ച് കാണാതിരിക്കുക. മണിമണ്ഡപം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അയ്യപ്പൻ ഇങ്ങനെ പോയപ്പോൾ റെസ്റ്റ് എടുത്ത സ്ഥലം ഒന്നുമല്ല. ജീവസമാധി. ഇത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഏത് ലീഗൽ ഡോക്യുമെന്റ് എടുത്താലും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ജീവസമാധി. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഈ ഭഗവതിയുടെ പേരുകള്. ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, വിഷ്ണു ഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥി വിഭേദിനി. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ ഗ്രന്ഥികളിലൂടെയൊക്കെ ഈ ചൈതന്യത്തെ വിഭേദിച്ച് ആ ശാസ്താവിലേക്ക് ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് ലയിച്ചു എന്നാണ്. അവിടെയാണ് ഭഗവാന്റെ ജീവസമാധി. മരിച്ചുപോയിട്ടുള്ള സമാധിയല്ല, ഇപ്പോഴും ഭഗവാൻ അവിടെ ഉണ്ടെന്നാ. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും പരിപാവനമായുള്ള സ്ഥലമാണ് മണിമണ്ഡപം. നമ്മുടെ പല തീർത്ഥാടകർക്കും അല്ലെങ്കിൽ നമ്മൾ പല ഗുരുസ്വാമിമാരുൾപ്പെടെ വിഷമത്തോടുകൂടി ഞാൻ പറയട്ടെ, ആ മണിമണ്ഡപത്തിന്റെ പ്രാധാന്യം വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ശ്രീകോവിലിന്റെയും 18ാം പടിയുടെയും തുല്യ പ്രാധാന്യമാണ് മണിമണ്ഡപത്തിന്. ഇത് നമുക്കറിയില്ലെങ്കിലും ഞാൻ നിങ്ങളോട് വളരെ ആദരവോടു കൂടിയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു മാഡം അവർ വരുന്നതിന് മുമ്പ് ഇന്നും മണിമണ്ഡപത്തിൽ കർമ്മം ചെയ്യുന്ന റാന്നിയിലെ കുറുപ്പന്മാരുടെ ഫാമിലി ഉണ്ട്. അവിടുത്തെ രതീഷ് അയ്യപ്പ കുറുപ്പ്, അദ്ദേഹത്തുമായിട്ട് എനിക്ക് എന്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. അവരെ ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ ഈ മണിമണ്ഡപത്തെ കുറിച്ച് കുറെ വായിച്ചിട്ടുണ്ട്, ഇതിന്റെ പ്രാധാന്യം ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടി? ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ടി. ഇദ്ദേഹം അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ വിവരിച്ചു കൊടുത്തു, 12 രാജകുടുംബം വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ കാണാം, അതിന്റെ ഫുട്ടേജ് ഇന്റർനെറ്റിലുണ്ട്, ദൂരദർശനിലുണ്ട്. ദ്രൗപദി മുർമു മാഡം ശ്രീകോവിലിൽ തൊഴുതതിന് ശേഷം നേരെ പോകുന്നത് മണിമണ്ഡപത്തിലേക്കാണ്. അവിടെ ചെന്ന് 2 സ്റ്റെപ്പ് കയറി അകത്തേക്ക് നോക്കി തൊഴുത് ആ സ്റ്റെപ്പ് ഒന്ന് എടുത്ത് ഇത്തിരി ഭസ്മം എടുത്ത് അവർ തൊടുന്നതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോഴും ഇന്റർനെറ്റിൽ കാണാം. അയ്യപ്പന്റെ ജീവസമാധി ഈ 12 രാജകുമാരൻ എന്ന് വിളിക്കുന്ന മണികണ്ഠൻ എന്ന് പിന്നീട് നമ്മൾ വിളിക്കുന്ന, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് ആര്യൻ കേരളൻ എന്നായിരുന്നു. ആ ഭഗവാന്റെ ജീവസമാധി ആയിട്ടുള്ള സ്ഥലമാണ് മണിമണ്ഡപം. അതിന്റെ തൊട്ട് പുറകിലാണ് പന്തളത്ത് രാജാവ് എന്നാൽ താമസിക്കുന്ന രാജപ്രതിനിധിയുടെ മന്ദിരം നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിന്റെ അടുത്താണ് മാളികപ്പുറം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭഗവാന്റെ തിരുവാഭരണ ഘോഷയാത്ര അത് തുടങ്ങാൻ പോകുന്നു അടുത്ത മാസം.
തിരുവാഭരണ പെട്ടി എത്ര ഉണ്ട്? എത്ര പെട്ടിയുണ്ട്? 5 3 പെട്ടിയുണ്ട് അല്ലെ? 3 പെട്ടി നമ്മൾ എപ്പോഴും കാണാറുണ്ട്. 3 പേരിങ്ങനെ കറങ്ങിയിട്ടൊക്കെ പോകുന്നത് കാണാറുണ്ടല്ലോ അല്ലെ? അതിൽ ഒരു പെട്ടി അല്ലെങ്കിൽ 2 പെട്ടി അല്ലെങ്കിൽ 3 പെട്ടി, 3 പെട്ടികൾ നമ്മൾ പറയും. ഇതിൽ എത്ര പെട്ടിയാണ് ഈ 18ാം പടി കയറി മുകളിലേക്ക് പോകുന്നത്? നോക്കിയിട്ടുണ്ടോ? എത്ര പെട്ടി പോകും? നമ്മള് ആ സമയത്ത് എപ്പോ വിളക്ക് കത്തും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിപ്ലവങ്ങാനും കത്തിക്കഴിഞ്ഞാൽ അത് മിസ്സായി പോകുമല്ലോ എന്നാണ്. എത്ര പെട്ടി പോകും? ഒരു പെട്ടി മാത്രമാണ് 18ാം പടി കടന്ന് ശ്രീകോവിലിനകത്തേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ പറയൂ, ബാക്കിയുള്ള 2 പെട്ടി അവിടെ പോയി? അതതിന്റെ കൂടെ വെറുതെ തമാശിക്കാൻ അങ്ങനെ വന്നാണോ? ബാക്കി 2 പെട്ടി അവിടെ പോയി? മാളികപ്പുറത്തേക്കല്ല പോയത്. മാളികപ്പുറത്തിന് സമീപമുള്ള മണിമണ്ഡപത്തിൽ ചെന്ന് അവിടെ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി തൊട്ടു പുറകിലുള്ള രാജപ്രതിനിധിയുടെ മന്ദിരത്തിൽ അത് ഇറക്കി വെക്കും. പിന്നീട് അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. ഇങ്ങനെയാണ് ചെയ്യാം. അതാണ് ഇതിന്റെ പ്രക്രിയ. 1ാമത്തെ പെട്ടിയുടെ പേര് ആമാടപ്പെട്ടി എന്നാണ്. അതിലാണ് ഭഗവാന്റെ ആഭരണങ്ങളുള്ളത്. തിരുമുഖമുണ്ട്, ചുരികയുണ്ട്, ആനയുണ്ട്, പുലിയുണ്ട്, നവരത്നമോതിരമുണ്ട്, ശരപ്പുളിമാലയുണ്ട്, വില്ലുതളമാലയുണ്ട്, പ്രഭ ഉണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആഭരണങ്ങൾ അതിലുണ്ട്. 2ാമത്തെ പെട്ടിയെ വിളിക്കുക വെള്ളിപ്പെട്ടി അല്ലെങ്കിൽ കുടപ്പെട്ടി എന്നാണ് വിളിക്കുക. അതിലാണ് ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള സ്വർണ്ണക്കുടങ്ങള്, അതുപോലെ തന്നെ ഭഗവാനെ എഴുന്നള്ളിക്കുമ്പോൾ കൊട പിടിക്കാനുള്ള അതിന്റെ കൊട, ആ ഭാഗങ്ങളൊക്കെ ഉള്ളത് അതിലാണ്. 3ാമത്തെ പെട്ടീനെ വിളിക്കുക കൊടിപ്പെട്ടി എന്നാണ്. ഭഗവാന്റെ ഓരോ എഴുന്നള്ളത്തുണ്ടാവുന്ന സമയത്തും ഭഗവാൻ ഈ പറയുന്ന നിലപാട് പോകുന്ന സമയത്ത് ഭഗവാന്റെ അടയാള ചിഹ്നങ്ങളായിട്ട് 2 മലകളുടെ കൊടികൾ 2 ഭാഗത്തും പിടിക്കും. ഒന്ന് തലപ്പാറ മലയും ഒന്ന് ഒരു മലയുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇഞ്ചപ്പാറ എന്താണ് അതിന്റെ പേര്? തലപ്പാറ ഇഞ്ചപ്പാറയാണെന്ന് തോന്നുന്നു. ഒന്ന് കറുപ്പ് നിറത്തിലുള്ള തുണിയിൽ വെള്ളി ഗോളക പിടിച്ചിട്ടുള്ള ഒരു കൊടിയും 2 ചുവപ്പ് നിറത്തിലുള്ള ഒരു തുണിയിൽ സ്വർണ്ണ ഗോളക നിറച്ചിട്ടുള്ള 2 കൊടികൾ പിടിക്കും 2 ഭാഗത്തായിട്ട്. ഈ 2 പെട്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. തിരുവാഭരണം മാത്രമാണ് എങ്ങോട്ട് പോകുന്നത്? ശ്രീകോവിലിനകത്തേക്ക് പോകുന്നത്. ആ ശ്രീകോവിലിനകത്തേക്ക് പോകുന്ന തിരുവാഭരണത്തിൽ ഭഗവാന്റെ തിരുമുഖമുണ്ട്. അതായത് പണ്ട് അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. അതായത് എങ്ങനെയാണോ നീ ഇപ്പോൾ ഉള്ളത് അതുപോലെ എനിക്ക് കാണാൻ സാധിക്കണം എന്നാണ്. ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാന്റെ ഭാവം ഒരു രാജകുമാരന്റെ ഭാവമല്ല. അതുകൊണ്ട് രാജകുമാരന്റെ ഭാവത്തിലുള്ള തിരുമുഖമാണ് അതിലുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോഴും കാണാം. ആ തിരുമുഖത്തിനകത്ത് മീശയൊക്കെ ഉണ്ട്. ഒരു കൊമ്പൻ മീശയോട് കൂടിയിട്ടുള്ള തിരുമുഖമാണ്. ഈ തിരുമുഖം അവിടെ മാത്രമല്ല ഉള്ളത്. നിങ്ങൾ ഈ കൊടുത്തയച്ച 2 പെട്ടികളിൽ ഒരു പെട്ടിയിൽ വീണ്ടും ഒരു തിരുമുഖമുണ്ട്. 2 ഒരേ മുഖമാണ്, 2 2 വലുപ്പമാണെന്നേ ഉള്ളൂ. ഒന്നാ വിഗ്രഹത്തിൽ ചാർത്താനുള്ള വലുപ്പം, ഒന്നൊരു തിടമ്പായിട്ട് കൊണ്ടുപോകാനുള്ള വലുപ്പം. 2 തിരുമുഖം. കണ്ണ് മരതകമാണെന്ന് പറയും. മരതകരത്നങ്ങളാണ് ഭരിച്ചിട്ടുള്ളത്. അത് രാത്രി പന്തത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യന്റെ കണ്ണുപോലെ കാണാൻ സാധിക്കുന്നൊക്കെയാണ് ഗുരുസ്വാമിമാര് പറയാറുള്ളത്. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് വേണം എനിക്ക് ബാക്കി നിങ്ങളോട് പറയാൻ. അങ്ങനെയുള്ള ആ തിരുവാഭരണം ഇരിക്കുന്ന മാളികപ്പുറത്തിന് സമീപത്തുള്ള രാജപ്രതിനിധിയുടെ ആ ഒരു കെട്ടിടത്തിനടുത്തുള്ള സ്ട്രോങ് റൂമിലേക്ക് അത് മാറ്റുന്നു. പല സമയത്ത് അത് എടുക്കുന്നു. ആ സമയത്തൊക്കെ അവിടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭഗവതി അടുത്തുണ്ട്. ആ ദേവിയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? അവരൊക്കെ പറയൂ, മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കും അല്ലെ? ഇനി എല്ലാവരും ചോദിച്ച് നിങ്ങളെ ബോറടിപ്പിച്ച് അതേ ചോദ്യം പറയൂ, ആരാണ് അയ്യപ്പന്റെ മാളികപ്പുറത്തമ്മ? അയ്യപ്പന്റെ ആരാ മാളികപ്പുറത്തമ്മ? നിങ്ങൾ പറയണ്ട, ഞാനൊരു കാര്യം പറയാം. അതാണ് മാളികപ്പുറത്തമ്മ എന്ന് കരുതുന്ന ആൾക്കാർ എന്നോടൊന്ന് സംസാരിച്ചാൽ മതി. നമുക്കറിയാം, ഭഗവാൻ മഹിഷിയെ നിഗ്രഹിക്കുന്ന സമയത്ത് മഹിഷി ഒരു താപസയായിട്ടുള്ള യുവതിയുടെ രൂപത്തിലേക്ക് മാറുന്നു അല്ലെ? ഭഗവാനോട് മഹിഷി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ യുവതി പറയുന്നുണ്ട്, ഭഗവാനെ എനിക്കിനി ആരുമില്ല, ഞാൻ അബലയാണ്, എന്നെ സ്വീകരിക്കാൻ ആരും തന്നെ ഇല്ല, അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണം. അപ്പൊ ഭഗവാൻ എന്താ മറുപടി പറഞ്ഞത്? ഞാൻ ഈ ജന്മത്തിൽ, ഞാൻ ഈ അവതാരത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ഒരിക്കലും എനിക്കൊരു വിവാഹം ഉണ്ടാവില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ ഒരു ആഗ്രഹം മാത്രം മാറ്റിവെച്ചോളൂ. അപ്പൊ ആ പെൺകുട്ടിക്ക് അവരുടെ അവസ്ഥ ആയതുകൊണ്ടായിരിക്കും വീണ്ടും നിർബന്ധിക്കുന്നു, ഭഗവാൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അങ്ങാണ് എനിക്ക് ആകെയുള്ള ഒരു ആശ്രയം, അങ്ങാണ് എന്നെ ഈ ഒരു രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, അങ്ങല്ലാതെ എന്നെ സ്വീകരിക്കാൻ ആരും തന്നെ തയ്യാറാവില്ല, അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണമെന്ന് വീണ്ടും നിർബന്ധിച്ചപ്പോഴാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ അവതാര ഉദ്ദേശത്തിന് അവസാനം ശബരിമലയിൽ വന്ന് താമസിക്കുന്ന സമയത്ത് എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമ്പോൾ അങ്ങേക്കും അവിടെ എന്റെ സമീപത്തായിട്ട് തന്നെ ഒരാലയം നിർമ്മിച്ച് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം,
2 കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് അതും പരിഗണിക്കാം. എന്ത് ചെയ്യാം? എന്നാണോ എന്നെ കാണാൻ ഒരു കന്യാസ്വാമിമാര് പോലും ഒരു തീർത്ഥാടന കാലത്ത് വരാതിരിക്കുന്നത്, ആ കാലത്ത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു. ആ ഭഗവതിയാണ് ആര്? മാളികപ്പുറത്തമ്മ. ഈ കഥ കേട്ടിട്ടുള്ള ആൾക്കാരൊന്ന് കൈവെക്കൂ. ഈ കഥ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കൈവെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പൊക്കില്ലെന്ന് എനിക്കറിയാം. കാരണം എന്തോ പ്രശ്നങ്ങളാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. ആരയ്യപ്പന്റെ മാളികപ്പുറത്തമ്മ? മാളികപ്പുറത്തമ്മ വഞ്ചമാതാവ് എന്നാണ് വിളിക്കുക. അയ്യപ്പന്റെ കാമുകയല്ല, അയ്യപ്പന്റെ അമ്മയാണ് മാളികപ്പുറത്തമ്മ എന്ന് മനസ്സിലാക്കുക. പന്തളം രാജകുടുംബം പറയുന്നു അത് അവരുടെ പരദേവതയായിട്ടുള്ള മധുര മീനാക്ഷിയാണ് എന്നാണ് സങ്കല്പം. മറ്റു വിഭാഗത്തിലുള്ള ആൾക്കാർ പറയുന്നു അവിടെ മലയാളികളുടെയൊക്കെ പൂജ ഉണ്ടായിരുന്നു, അവർ ആരാധിച്ചിരുന്ന ഭഗവതിയാണ് ആ ദേവി എന്ന് പറയുന്നു. എന്ത് തന്നെ ആയാലും അത് ആരല്ല, എന്നോ നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് കൂടെ പാർപ്പിച്ചിട്ടുള്ള ഒരാളല്ല. നമ്മൾ തന്നെ സ്വാമിയെ അപമാനിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു അമ്മ വന്ന് കഴിഞ്ഞ ദിവസം ഞാനിത് എവിടെയും പറയാം, ഇത് നിങ്ങളുടെ വിശ്വാസങ്ങൾ അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് എന്റെ ധാരണ എപ്പോഴും. ഞാൻ നിങ്ങളുടെ ആരുടെയും വിശ്വാസങ്ങൾ ഇങ്ങനെ അല്ലാട്ടോ എന്ന് പറഞ്ഞ് തിരുത്താൻ ഞാൻ ആരുമല്ല. പക്ഷെ ഇത് പറയാനുണ്ടായ ഒരു കാരണമുണ്ട്. ഞാനിത് എവിടെയും പറയാത്ത, ഇതാണ് സത്യം എന്ന് അറിയേണ്ട ആൾക്കാർ അറിയട്ടെ എന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. എപ്പോഴെങ്കിലും ഭഗവാൻ തന്നെ നിങ്ങൾ അറിയിക്കട്ടെ എന്ന്. പക്ഷെ എന്നോട് ഈ മണ്ഡലകാലത്ത് ഞാൻ 1-2 പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ചേച്ചി വന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒരു കുട്ടി, ഒരു പെൺകുട്ടി, അവൾ ആദ്യമായിട്ട് മലയ്ക്ക് ആദ്യമായിട്ട് പോവാ. കന്നിസ്വാമിയാണ്, മാളികപ്പുറമാണ്. അവൾ മലയിൽ പോയി വന്ന സമയത്ത് അവൾക്ക് വിഷമാണ്, അത്ര സങ്കടം. പോയി വന്ന കുട്ടിക്ക് വിഷമം. അപ്പൊ ആദ്യം തോന്നി ഈ മലയ്ക്ക് പോയി വന്നതിന്റെ ആ തീർത്ഥാടനം കഴിഞ്ഞതിന്റെ വിഷമാണോ? അല്ല, ആ കുട്ടിയോട് ചോദിച്ചു അതിന്റെ അമ്മ, നീ വന്നപ്പോ തൊട്ട് നീ പഴയ ആളല്ലല്ലോ, നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ആ കുട്ടി പറഞ്ഞ ഉത്തരമാണ് എന്നെ കൊണ്ട് നിങ്ങളോട് ചോദിപ്പിച്ചത്. ആ കുട്ടി അതിന്റെ പെറ്റ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അത്രേ, അമ്മ ഞാൻ മാളികപ്പുറത്ത് പോയി നിന്ന് തൊഴുമ്പോ ആ ദേവി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുകയാണ് ആ ദേവി എന്നോട് പറയാണ്, നീ ഞങ്ങളുടെ കല്യാണം മുടക്കിയല്ലോ, നീ ആദ്യമായിട്ട് വന്നവളല്ലേ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടന്നേനെ. ഇങ്ങനെയാണോ ഒരു കുട്ടി ചോദിക്കുകയാണ്? ഓർത്തുക്കോ നിങ്ങൾ. അതിലും വലിയൊരു അപകടം ഉണ്ടാവാൻ പോണത് എന്താ? ഒരു കുട്ടി ഇപ്പൊ നിങ്ങളോട്, വളരെയധികം പ്രായമുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളുടെ അയ്യപ്പൻ എന്ന് പറയുന്ന ആള് ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും നടക്കാത്ത വാഗ്ദാനം കൊടുക്കുന്ന ഒരാളാണോ? എന്ത് പറയും? സച്ചിദാനന്ദനായിട്ടുള്ള സത്യസ്വരൂപനായിട്ടുള്ള അയ്യപ്പൻ ഒരിക്കലും നടക്കാത്ത വാക്ക് കൊടുക്കുന്ന ഒരാളാണ്. ഭഗവാൻ ത്രികാലജ്ഞാനിയാണ്. ഭഗവാൻ എല്ലാ കാലത്തും നടക്കുന്നത് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള അയ്യപ്പൻ പറയൂ, കുറെ കാലം കഴിയുമ്പോൾ ഒരാളും വരാതിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ കല്യാണം കഴിച്ചോളാം? ഒരു കന്നിസ്വാമി മാളികപ്പുറത്ത് അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ദേവി എന്ത് മെന്റാലിറ്റിയെ ചിന്തിക്കുക? ദേവി എന്താ പ്രാർത്ഥിക്കുന്നുണ്ടാവുക ഭഗവാനോട്? ആരും വരരുതേ, ആരും വരരുതേ. എന്നിട്ട് നമ്മൾ പോയിട്ട് ഭഗവതിരത്ത് പോയിട്ട് അമ്മേ ഞാൻ വന്നിട്ടുണ്ട്. നമ്മൾ ഒരേ സമയം മാളികപ്പുറത്തമ്മയും അയ്യപ്പനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് പറയാതിരുന്നതാണ്, എല്ലായിടത്തും ഞാനത് പറയാറില്ല. പക്ഷെ ഈ ഒരു ചേച്ചി ഇത് പറഞ്ഞു തന്നപ്പോ തൊട്ട് നിങ്ങൾ എല്ലാവരും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് കരുതി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇനിയെങ്കിലും അയ്യപ്പന്റെ കാമുകിയാണ് മാളികപ്പുറത്തമ്മ ആൾക്കാരോട് പറഞ്ഞു നടക്കാതിരിക്കുക. സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയിലല്ലാതെ അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് ഒരു ഗ്രന്ഥത്തിലും, നിങ്ങൾ ഭൂതനാഥ സർവസ്വം എടുത്ത് പരിശോധിച്ചോളൂ, ഭൂതനാഥ ഉപാഖ്യാനം എടുത്ത് പരിശോധിച്ചോളൂ, പന്തളം രാജകുടുംബത്തിന്റെ കയ്യിലുള്ള രേഖകൾ പരിശോധിച്ചോളൂ, എവിടെയും നിങ്ങൾക്ക് കാണില്ല. ഒരു സിനിമയുടെ തിരക്കഥയിൽ വന്ന ഒരു ഡയലോഗ് മാത്രമാണ് ഇന്നും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം സ്വാധീനം സിനിമയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെയൊക്കെ മനസ്സിൽ പണ്ട് വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ചന്തുവും വടക്കൻ വീരഗാഥ ഇറങ്ങിക്കഴിഞ്ഞുള്ള ചന്തുവിനും ഫാർ ഡിഫറൻസ് ആണുള്ളത്. അതിന് മുമ്പുള്ള ചന്തു ചതിയനായിരുന്നു. MT ഒരു കഥ എഴുതി നമ്മുടെ മുമ്പിലേക്ക് വെച്ചപ്പോ പിന്നെ എല്ലാവർക്കും ചന്തുവിനെ മതി. ഇങ്ങനെയാണ് ചരിത്രം മാറുന്നത് പലപ്പോഴും. ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമുള്ള മാളികപ്പുറത്തമ്മ കാമുകിയുടെ സ്ഥാനത്തിലേക്ക് മാറിയത് ഇങ്ങനെ ഒരു മാറ്റത്തിലൂടെയാണ്. ആ മാറ്റം ഇനി മാറണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ശബരിമലയിൽ മകരവിളക്ക് കാലത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ കരുതുന്നത് പോലെ ശബരിമല ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തിലേക്ക് മാറിയിട്ട് കുറച്ചു കാലമായിട്ട് എഴുതട്ടോ. അത് നിങ്ങൾ അഡ്മിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും
ശബരിമല ഒരു കാവ് സങ്കല്പത്തിലുള്ള ക്ഷേത്രമായിരുന്നു, ഒരു കാവായിരുന്നു ആത്യന്തികമായിട്ട്. മാസത്തിൽ 5 ദിവസം തുറക്കണ ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലകാലവും മകരവിളക്കുമായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെ കൊടിമരം ഉണ്ടായിരുന്നില്ല. കൊടിയേറ്റിയിട്ടുള്ള ഉത്സവമൊക്കെ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതിനു മുമ്പ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്സവമുള്ളത് മകരവിളക്കാണ്. മകരവിളക്ക് പിന്നെ നമുക്ക് തമ്മിൽ അടിയാണ്. എന്ത്, മകരവിളക്ക് കത്തിക്കുന്നതാണോ അതോ സ്വന്തം കത്തുന്നതാണോ? പിന്നെ കുറെ ആൾക്കാർ പറയാൻ തുടങ്ങി വിളക്ക് കത്തിക്കുന്നതല്ലേ, അപ്പോ ജ്യോതിയല്ലേ തനിയെ തെളിയുന്നത്, ജ്യോതി വേറെ ഉണ്ടല്ലോ. വിളക്ക് എന്ന് പറയുന്നതിന് ഇപ്പൊ ഇന്നിവിടെ നടക്കണത് എന്താ? വിളക്കല്ലേ. അതുപോലെ ആ ആഘോഷത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? മകരവിളക്ക്. നിങ്ങൾ ഗുരുവായൂരപ്പന്റെ ഏകാദശി എന്നല്ല പറയാ, ഗുരുവായൂരപ്പന്റെ ഏകാദശി വിളക്ക്. അത് കത്തിക്കുകയാണോ കത്തിക്കണമെന്നല്ല, ആ ഉത്സവത്തിന്റെ പേരാണ് മകരവിളക്ക്. മകരമാസ കാലത്ത് നടക്കുന്ന വിളക്ക്, അതിന് അർത്ഥമുള്ളൂ. ഏകാദശി വിളക്ക് എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഇവിടെ ഇന്ന് ഡ്രൈവർ ചേട്ടന്മാരുടെ വിളക്ക് നടക്കുന്ന പോലെ അവിടെ നടക്കുന്ന വിളക്ക് എത്ര ദിവസം? 5 ദിവസമാണ് വിളക്ക്. മകരസംക്രമം തൊട്ട് 5 ദിവസമാണ് ശബരിമലയിൽ യഥാർത്ഥത്തിലുള്ള ഉത്സവം ഉള്ളത്. അത് ആനയും അമ്പാരിയും ചെണ്ടയും മേളം എന്നുള്ള ഉത്സവമല്ല, യഥാർത്ഥത്തിൽ അത് കളംപാട്ട് ഉത്സവമാണ്. കളമെഴുതി പാട്ടാണ് ഉത്സവം. എവിടെ കളം എഴുതുന്നത്? മണിമണ്ഡപത്തിലാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. മണിമണ്ഡപത്തിൽ ഭഗവാന്റെ കളം എഴുതിയതിനു ശേഷം 1-ാം ദിവസം ബാലകനായിട്ടുള്ള ബ്രഹ്മചാരി ഭാവത്തില്, 2-ാം ദിവസം പുലിവാഹനായിട്ട്, 3-ാം ദിവസം രാജകുമാരനായിട്ട്, 4-ാം ദിവസം വില്ലാളി വീരനായിട്ട്, 5-ാം ദിവസം സർവാഭരണ വിഭൂഷണനായിട്ട്, ഇങ്ങനെ 5 വിഭാവത്തിലാണ് ഭഗവാന്റെ കളം എഴുതുക. ഈ 5 ഭാവത്തിൽ കളം എഴുതുമ്പോൾ നമ്മുടെ നാട്ടിലെ കളം പോലെ തന്നെ കളത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞിട്ട് ചടങ്ങുണ്ട്. കളത്തിൽ നിന്ന് എഴുന്നള്ളിക്കും. മണിമണ്ഡപത്തിൽ നിന്ന് ഭഗവാന്റെ വിഗ്രഹം, ഈ പറഞ്ഞ തിരുമുഖം ഉണ്ടല്ലോ, ഈ മീശയുള്ള തിരുമുഖം, ആ തിരുമുഖം വഹിച്ചിട്ടുള്ള വിഗ്രഹം എഴുന്നള്ളിക്കുന്നത് 18-ാം പടിയിലേക്കാണ്. 18-ാം പടിയിലേക്ക് മണിമണ്ഡപത്തിൽ നിന്ന് ഈ തിരുമുഖം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചെണ്ടയും വാദ്യമൊക്കെ ആയിട്ട് എഴുന്നള്ളിക്കും.